ഞാൻ മാത്രമല്ല, എൻ്റെ അവിടെ ഈ PR ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗിന് വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം കണ്ടെത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ചില കാര്യങ്ങളിൽ ഇപ്പം ഇപ്പം ഈ ഒരു സംഭവം വിജയം നേടണം എന്ന് പറഞ്ഞു നിന്നാൽ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്, പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയിലേക്കും ഫിലിംസിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ കാരണമാണ്. അത് കഴിഞ്ഞ് എനിക്ക് നോക്കിയപ്പോൾ മലയാള സിനിമയിൽ എല്ലാവരും മിക്ക PR എന്നെ വിളിച്ചിട്ട് പ്രതീക്ഷ എന്നെ ഇന്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞു. എനർജി ഉണ്ടല്ലോ ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൻപകൽ നേരത്തെ ആയിക്കോട്ടെ, ഈ നൻപകൽ നേരത്തിലൊക്കെ കണ്ണാടിയുടെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ സ്ക്രീനിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് കാണുന്നത് IFKയുടെ സ്ക്രീനിലാണ് കാണുന്നത്. സിനിമയാണ് വലുത്, എന്നെയോ താങ്കളെയോ വേറെ ആർക്കും സിനിമയ്ക്ക് മുന്നിൽ ആവശ്യമില്ല. അപ്പൊ അവിടെ എനിക്ക് ചില പേഴ്സണൽ വിഷമങ്ങൾ ഉണ്ടായി. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാടെക്. പിന്നെ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് PR ആയിട്ടുള്ള പ്രതീഷ് ശേഖറാണ്. നമസ്കാരം പ്രതീഷ്. നമസ്കാരം ബിൻഷ. ഈ സിനിമയോടുള്ള അത്രയും താല്പര്യം കൊണ്ടാണ്, ജേർണലിസ്റ്റ് ആയിരുന്നു, ഒരുപാട് ഇന്റർവ്യൂകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അപ്പം ഭയങ്കര നല്ല വാക്ചാതുര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമയോടുള്ള ഒരു അടുത്ത ബന്ധം കൊണ്ടാണ് PR രംഗത്തേക്ക്? ഞാൻ ആക്ച്വലി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സ്കൂളിൽ നിന്നൊരു മത്സരത്തിന് വിട്ടായിരുന്നു. മത്സരത്തിന് വിട്ടെന്ന് പറഞ്ഞാൽ പ്രസംഗ മത്സരത്തിന്. അപ്പം എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന, അത് തിരുവനന്തപുരം മണക്കാട് സ്കൂളിലാണ് സബ് ജില്ലാ കലോത്സവം. അപ്പോൾ സ്കൂളിൽ നിന്ന് ഡയറക്ടറിനെ സെലക്ട് ചെയ്ത് വിട്ടതാണ്. അന്ന് വിഷയം ഗാന്ധിജി എന്നുള്ള വിഷയമായിരുന്നു നിന്റെ അത്ര നിന്നിട്ട്. അപ്പം പക്ഷേ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് നേരത്തെ തന്നെ വിഷയം കൊടുത്തിട്ട് അവർക്ക് പഠിച്ച് പറയാം. ഞാൻ ചെല്ലും പറയുന്ന സ്പോട്ടിലാണ് ഈ ഗാന്ധിജിയാണ് വിഷയമെന്ന് എനിക്ക് അറിയുന്നത്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്ന തുരുതുരയായിട്ടുള്ള അവിടുത്തെ വലിയ പബ്ലിക് സ്കൂളുകളിലെ കുട്ടികളൊക്കെ ചെന്ന് വലിയ രീതിയിൽ ഗാന്ധിജിയെ പറ്റി സംസാരിക്കുമ്പോഴേക്കും എനിക്ക് ഗാന്ധിജിയെ പറ്റി പറയാൻ വേണ്ടി ഒന്നും അറിയത്തില്ല. 4ാമത്തെ പേര് കഴിഞ്ഞ് 9ാമത്തെ ലൈനിൽ നിൽക്കുന്ന ഞാൻ, എൻ്റെ എങ്ങനെയോ ബസ്സിന്, എന്നെ സ്കൂൾ ബസ്സിലാണ് അമ്മ വീട്ടിൽ വിട്ടുകൊണ്ടിരുന്നത്. ആ ഒരു നമ്മൾ ചെറ്റപ്പൊത്ത് പോകുന്നൊക്കെ പറയും തിരുവനന്തപുരത്ത്, അതുപോലെ ചെറ്റപ്പൊത്ത് നേരെ ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി ആ കയ്യിലുണ്ടായിരുന്ന ചെറിയ പൈസ കൊടുത്ത് ആംഗ്ലേനെ അവിടെ ഇറക്കി വിട്ടു. അന്ന് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ അന്ന് ഞാൻ ഗാന്ധിജിയെ പറ്റി പഠിച്ചുകൊണ്ടുപോയ കാര്യങ്ങളോ അറിയാന്നുള്ള 2 വാക്കുകളോ അവിടെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും പിറ്റേന്ന് രാവിലെ മുതൽ ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് സംസാരിച്ചു തുടങ്ങി. ഞാൻ ഓരോ കാര്യങ്ങൾ ഗാന്ധിജിയെ പറ്റി പറയാൻ തുടങ്ങി. അല്ലാതെ എൻ്റെ സഭാകമ്പം മാറ്റാനുള്ള രീതിയിൽ എനിക്ക് കണ്ണാടി തന്നെയായിരുന്നു ഏറ്റവും വലിയ ഗുരു. പിന്നെ ബാക്കിയുള്ളവർ കാണുമ്പോൾ മോണോക്ട് ആയിരുന്നാലും മെമിക്രി ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടു പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെ നമ്മുടെ PTA ഫണ്ട് ഉപയോഗിച്ച് തന്നെ കഥകളി ആയിരുന്നാലും ചാക്യാർകൂത്തായിരുന്നാലും നാടകമായിരുന്നാലും അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു. ഞങ്ങളുടെ വലിയ ഒരു സാമ്പത്തികമുള്ള ഫാമിലി ഒന്നുമല്ല, ഒരു ചെറിയ ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. അപ്പം ഞാൻ എന്താ സംഭവം വെച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ 7ാം ക്ലാസ് മുതൽ കല്യാണത്തിന് ഈ ലൈറ്റ് ബോയ് ആയിട്ട് പോയാൽ നമുക്ക് അവിടെ നിന്ന് പൈസ കിട്ടും. ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളിൽ സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ജീവിതം മുതൽ ഞാൻ ചെറിയ പണിക്ക് പോകാൻ വേണ്ടി തോന്നിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പോകാറുണ്ട്. പിന്നെ 8ാം ക്ലാസ് മുതൽ മറ്റിതര ചെറിയ ആങ്കറിങ്ങും കാര്യങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ മുതൽ 7ാം ക്ലാസ്സിലേക്ക് ഞാൻ ഈ ലൈറ്റ് ബോയ് ആയിട്ട് വന്ന് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. അന്ന് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല, ലൈറ്റ് ഒക്കെ പിടിച്ചാലും നല്ല പൊങ്ങി നിൽക്കും. അതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ +2 പഠിക്കുന്ന സമയത്തായിരുന്നാലും എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എത്തിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസിലെ നാടക അധ്യാപകനും കൂടിയായിരുന്നു. പിന്നെ +2 പഠിക്കുന്ന സമയത്ത്, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എത്തുന്ന സമയത്ത് തന്നെ എനിക്ക് സ്റ്റേറ്റിൽ പോലും പിള്ളേരുണ്ടായിരുന്നു, മോണോ ആക്ടിനും മിമിക്രിക്കും ഫാൻസി ഡ്രസ്സിനും ഒക്കെ. എനിക്കറിയാന്നുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഈ ഒരു കല പഠിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ പിള്ളേർക്ക് വേണ്ടി മോണോക്ട് സ്ക്രിപ്റ്റ് എഴുതിയും അവരെ പല സ്ഥലങ്ങളിൽ ചെന്ന് പഠിപ്പിച്ചും അവരൊക്കെ സ്റ്റേറ്റ് ലെവലിലും പ്രൈസ് മേടിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രൈസ് മേടിച്ചിട്ടുണ്ട്, അവർ വലിയ കലാതിലകങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഭാഗ്യമുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിലായിരുന്നു ഞാൻ ആദ്യം എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ദുബായിലായിരുന്നു, RJ ആയിരുന്നു. ഞാൻ എൻ്റെ ഏകദേശം എൻ്റെ ഒരു +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞുകൊണ്ട് തന്നെ നേരെ ദുബായിക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അല്ല, എൻ്റെ ഒരു കൊച്ചമ്മ അവിടെ ഏഷ്യാറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചമ്മ അവിടെ നിന്നിട്ട് നീ എന്താണ് ഇവിടെ ഒന്ന് നോക്ക്, നിന്റെ കാര്യങ്ങൾ നോക്കുന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിലേക്കും ഇപ്പൊ സ്വന്തമായിട്ട് കുറെ കമ്പനികൾ കൊച്ചമ്മയ്ക്ക് ഉണ്ട്. പക്ഷെ കൊച്ചമ്മ എന്നെ അവിടെ ഒന്നും ജോലിക്ക് എടുത്തില്ല. നീ നോക്ക്, നീ ട്രൈ ചെയ്യ്, എനിക്ക് ആഹാരം, ഫുഡ്, താമസ സൗകര്യം എല്ലാം ഉണ്ട്. പക്ഷെ ആനന്ദി രാമചന്ദ്രൻ എന്നാണ് പേര് കൊച്ചമ്മയുടെ. അപ്പം അവിടെ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു. അതിനുശേഷം ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ കൊച്ചമ്മയുടെ ജോലി നോക്കാൻ പറഞ്ഞ് ഞാൻ പലയിടത്തും ഇന്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആദ്യം പെട്ടെന്ന് ഒരു വിദേശ രാജ്യത്ത് ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും
ഞാൻ ഏഷ്യൻ റേഡിയോ കേൾക്കുക. ഏഷ്യൻ റേഡിയോ കേട്ടപ്പോഴേക്കും അതിനകത്ത് പെട്ടെന്ന് ഏഷ്യൻ റേഡിയോ 648 AM നിങ്ങൾക്കും അവതാരകനാവാം, നിങ്ങളുടെ ശബ്ദ സൗന്ദര്യം ഇതുകൊണ്ട് തുടങ്ങി നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് കേട്ടു തിരിച്ചെൻ്റെ തുറന്നിട്ട്. അപ്പം ഞാൻ ആ നമ്പർ പെട്ടെന്ന് നോട്ട് ചെയ്തു. എന്നിട്ട് ഈ നോട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം വിളിച്ചു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലൊന്നും എനിക്ക് വോയിസ് റെസ്പോണ്ടിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ, ഞാൻ വിളിച്ചപ്പോൾ തന്നെ തിരിച്ച് അവിടെ നിന്ന് വന്ന ശബ്ദം എന്ന് പറയുന്നത്, നമസ്കാരം, ഞാൻ ചന്ദ്രസേനൻ, നിങ്ങൾ വിളിച്ച കാര്യങ്ങൾ വ്യക്തമായി പറയുക, നിങ്ങളെ ഞാൻ തിരിച്ച് ബന്ധപ്പെടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതാരുടെ ആരും ഒന്നും കേൾക്കുന്നുമില്ല. ഞാൻ ഒരു തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി. അപ്പം ഞാൻ അടുത്തിരുന്ന ആളുടെ ചോദിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, അവിടെ റെക്കോർഡ് ചെയ്യാനുള്ള സംഭവമാണ്, ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണ് റെക്കോർഡ്, അന്നത്തെ കാലഘട്ടത്തിൽ ഇത് റെക്കോർഡ് ചെയ്താൽ മതി, അത് കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും വിളിക്കുമ്പോഴേക്കും ഈ ശബ്ദം, നമസ്കാരം, ഞാൻ ചന്ദ്രസേനൻ, നിങ്ങൾ വിളിച്ച കാര്യവും മറ്റും വിശദ വിവരങ്ങളും പറയുക, ഞാൻ നിങ്ങളെ തിരിച്ച് ബന്ധപ്പെടാം. ഉടനെ ഞാൻ ഇവിടെ തിരിച്ച്, നമസ്കാരം, എൻ്റെ പേര് പ്രതീഷ് എന്നാണ്, ഏഷ്യാനെറ്റിൽ ഒരു ശബ്ദ അവതാരകരെ ആവശ്യമുണ്ടെന്ന് ഒരു അറിയിപ്പ് കണ്ടതിന് ശേഷം താങ്കളെ ഞാൻ ബന്ധപ്പെടുകയാണ്. ഈ ഒരു ജോലിക്ക് എനിക്ക് താല്പര്യമുണ്ട്, ദയവായി തിരിച്ച് ബന്ധപ്പെടുക. സസ്നേഹം പ്രതീക്ഷകൾ, ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പറഞ്ഞു. ഇത് കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അറിഞ്ഞിടത്തൊരു നമ്പർ, ദുബായിലെ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്ന സമയത്ത് പുള്ളി പെട്ടെന്ന് തിരിച്ച് അവിടെ നിന്ന് വന്ന സമയം, നമസ്കാരം, ഞാൻ ചന്ദ്രസേനൻ. അപ്പം ഞാൻ ചോദിച്ചേ, ആ വോയിസിൽ റെക്കോർഡിൽ ഇത് വേറെ ആരും റെക്കോർഡ് ചെയ്തിട്ട് പറ്റിക്കുകയാണ് തിരിച്ച്. അപ്പം ഞാൻ പറഞ്ഞ, സർ നമസ്കാരം പ്രതീഷ്, തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് ഓക്കെ, തിരിച്ചിങ്ങനെ ചോദിച്ചു, താങ്കൾ ഇന്ന സമയത്ത് ഇന്റർവ്യൂവിൽ വരണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോയി. ഞാൻ അങ്ങനെ മോർണിംഗ് ഷിഫ്റ്റിൽ അവിടെ വലിയൊരു പ്രോഗ്രാം, അവരുടെ ഹിറ്റായ ഒരു പ്രോഗ്രാം ഒക്കെ ചെന്നിട്ട് FM സ്റ്റൈലിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് പോയി ചെന്ന് ചെയ്തു. ഇതിൻ്റെ അത്ര ആ സമയത്ത് പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പുറത്തെ റേഡിയോ സ്റ്റേഷനിൽ ഹിറ്റ് 96.7 FM മിഥുൻ രമേശും നൈലയൊക്കെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇപ്പുറത്തെ ഏഷ്യൻ റേഡിയോയിലെ AM ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പ്രോഗ്രാമിന്റെ പേര് സലാം നമസ്തേ എന്നെന്തോ ആയിരുന്നു. അപ്പൊ അവരുടേത് ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബും അങ്ങനെയായിരുന്നു. അപ്പൊ അവിടെ മിഥുൻ അവിടെ ചെയ്യുമ്പോഴേക്കും, ഗുഡ് മോർണിംഗ്, ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിലേക്ക് നമുക്ക് സ്വാഗതം, ഞാൻ മിഥുൻ, എന്നോടൊപ്പം നൈല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പുറത്തോടെ ഇരുന്നിട്ട് ഏഷ്യൻ 648 ഈ ശബ്ദത്തിന്റെ ഇത് കണ്ടിന്യൂഷൻ ഉള്ളതുകൊണ്ട് പലരും വെച്ചിട്ട് ഒരുത്തം തന്നെ അപ്പുറത്തും ഇപ്പുറത്തും മതിലിരുന്നിട്ട് പരിപാടി അവതരിപ്പിക്കുകയാണെന്നുള്ളത്. കാരണം ഈ മൈക്കിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ, മൈക്കിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും വോയിസ് വരുമ്പോഴേക്കും ഞങ്ങളത് ഒരു സുതാര്യമായിട്ട് രണ്ടും സെയിം ആണെന്നുള്ളത് തോന്നും. അങ്ങനെ പിന്നെ കുറെ പേര് ചീത്തവിളിയും കാര്യങ്ങളൊക്കെ കേട്ട്. കാരണം എന്താ വെച്ചാൽ, ഈ AM എന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇവിടെ മാത്രമല്ല, അബുദാബി മാത്രമല്ല, ഒമാൻ, എല്ലാ ഗൾഫ് കൺട്രീസിലും കേട്ടോണ്ടിരുന്നതാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന RJ ഒക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് ഞാൻ കയറിയിട്ട് മറ്റേ പോളിഷ് ആയിട്ട് സംസാരിക്കുമ്പോഴേക്കും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ ഒരു അവതാരിക ഉണ്ടായിരുന്നു, അറിയപ്പെടുന്ന ഒരു ഗായികയായിരുന്നു പുള്ളിക്കാരത്തി. ഇവരുടെ ചീത്തവിളിയൊക്കെ കേട്ട് പേടിച്ചിട്ട് പോയി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു, ഞാൻ അവിടെ തന്നെ പരിപാടി ചെയ്തു. അത് എൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ പരിപാടി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ തുടർന്ന്. പിന്നെ അതിനുശേഷം അവിടെ DSF കുറച്ച് നാൾ ഏഷ്യാനെറ്റിന് വേണ്ടി തന്നെ ആങ്കർ ചെയ്തു. അങ്ങനെ അവിടെ കുറച്ചാൾ നിന്നു. അങ്ങനെ എന്താ പറയാ, അവിടുന്ന് മറ്റേ സമ്പാദ്യം ഒന്നുമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ മുതൽ ബാക്കിയുള്ള സംഭവത്തിലും കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൾഫിൽ നിന്ന്. അപ്പൊ ഒരു ശമ്പളമായിട്ട് ആദ്യം കിട്ടിയത് എത്രയാന്ന് ഓർമ്മയുണ്ടോ? ശമ്പളമായിട്ട് എനിക്ക് ആദ്യം കിട്ടുന്നത് 400 രൂപ എന്തോണം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ലൈറ്റ് ബോയ് ആയിട്ട് തുടങ്ങിയ സംഭവത്തിന് തിരിച്ച് അങ്ങനെ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, കൊച്ചുകാലത്ത് ഇപ്പൊ +2നും ഡിഗ്രിക്കൊക്കെ പോകുമ്പോഴേക്കും അന്ന് തന്നെ ഒരു 5000 രൂപയ്ക്ക് ഒരു മോണോആക്ട് ഒക്കെ ചെയ്താൽ കിട്ടും. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് മോണോആക്ട് ചെയ്യുക, പല വിഷയങ്ങൾ ചേർത്ത് വെച്ച് ചെയ്യുക, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അവർക്ക് വേണ്ടി പഠിപ്പിക്കുക, കുട്ടികളെ വേറൊരു രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക. അങ്ങനെ സാമ്പത്തികം അന്ന് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. കുട്ടിക്കാലത്ത് എന്റെ വളർന്നൊരു സമയത്ത് വീട്ടുകാരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ എന്റെ കലാപ്രവർത്തനം മുന്നോട്ട് പോയത്. പിന്നെ പല ചാനലുകളിലും ഞാൻ നാട്ടിൽ വന്നിട്ട് ഗൾഫിൽ നിന്ന് ഒരുത്തം വരുമ്പോഴേക്കും എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ. ഇവിടേക്കും ഞാൻ വന്നത് 1200 ദിറംസുമായിട്ടാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. കാരണം കടം എവിടെ ചെന്ന് എന്ത് സംഭവം ചെയ്താലും എനിക്ക് അവിടെ നിലനിൽപ്പ് ഇല്ല. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് കടം, അടുത്ത കടം, ഈ കടം മാത്രം കൂടി വരുന്നതല്ലാതെ വേറെ ഒരു സംഭവം വന്നിട്ടില്ല. നല്ലൊരു പേരുണ്ട്, നല്ല RJ പേരുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അല്ല, കടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നിൽക്കുമ്പോഴേക്കും നമ്മളിപ്പം ഒരു അടിസ്ഥാനമില്ലാതെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഇതിന്റെ തന്നിട്ട്. അങ്ങനെ അവിടെ ഗൾഫിൽ ഇരുന്ന സമയത്ത് അത്രയും മൊത്തം കടം ബാധ്യതകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കിതിന് വീണ്ടും അടുത്ത ലോൺ എടുത്ത് വീണ്ടും കൂട്ടാം. അടുത്തതിന് അല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ച് സ്ത്രീധനം വാങ്ങിച്ചിട്ട് ആ സ്ത്രീധനവും വെച്ചിട്ട് ഇതിന്റെ വീണ്ടും ഇത് ചെയ്യാം, അങ്ങനെ ക്ലബ് ചെയ്യാം. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ള പൈസ കൊണ്ട് ഞാൻ നാട്ടിൽ വന്ന ഒരാഴ്ചക്കകത്ത് ഞാൻ റെഡ് എഫ്എമ്മിന്റെ പ്രോഗ്രാം ഹെഡായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ മീഡിയ വണ്ണിലുണ്ടായിരുന്നു, പിന്നെ സൂര്യ TV-യിലുണ്ടായിരുന്നു, കൈരളി ചാനലിലുണ്ടായിരുന്നു. ഏകദേശം മിക്ക പരിപാടികളുടെ അവതാരകനായിട്ട് മാറി. പിന്നെ ഏറ്റവും അവസാനം മനോരമയിലായിരുന്നു ഞാനൊരു 8 വർഷത്തോളം വർക്ക് ചെയ്തത്. അവിടുത്തെ സെലിബ്രിറ്റി മാനേജർ, അപ്പം മറ്റിതര കാര്യങ്ങളും അവരുടെ ബാക്കി ഓഡീഷൻ്റെ ഒക്കെ ട്രെയിനിങ് പരിപാടിയും മറ്റ് ഓഡീഷൻ പരിപാടികളും എല്ലാം നടത്തി അങ്ങനെ നിൽക്കുകയായിരുന്നു.
എന്നിട്ടാണ് ഞാൻ PR റോളിലേക്ക് വരുന്നത്. അപ്പൊ PRO റോളിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു എത്ര വർഷം? ഞാൻ ഒരു 3 വർഷമായിരുന്നു. വർഷം. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുടെ ലൈഫിൽ സന്തോഷം നൽകിയ ഒരു നിമിഷം അതിങ്ങനെ നമ്മൾ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആ നിമിഷമായിരുന്നു, അല്ലെങ്കിൽ PRO ലൈഫാണോ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തന്നെ ഏതാണ്? എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം കണ്ടെത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ചില കാര്യങ്ങളിൽ ഇപ്പം ഒരാള് ഇപ്പം ഈ ഒരു സംഭവം വിജയം നേടണം എന്ന് പറഞ്ഞു നിന്നാൽ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പം സിനിമയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിലോ എന്നെ സംബന്ധിച്ച് ഭയങ്കര രീതിയിൽ ഞാൻ വർക്ക് ചെയ്യും. ഇപ്പം പണ്ട് ചാനലിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൂടെയുള്ള സംഭവത്തിനകത്ത് ഇപ്പം ഡിഫോ ഡാൻസ് എന്ന് പറഞ്ഞ ഷോയിൽ ഞാനുണ്ടായിരുന്നു, ഉഗ്രമുജ്വലത്തിൽ ഞാനുണ്ടായിരുന്നു, 113 എന്ന് പറയുന്ന സംഭവത്തിന് ഞാനുണ്ടായിരുന്നു. ഞാൻ മനോരമയിൽ ചെല്ലുന്നതിന് മുമ്പ് മനോരമയിൽ നടന്ന സെലിബ്രിറ്റി മാനേജ്മെന്റ് ഷൂട്ടിൽ അവിടെ പലപ്പോഴും സെലിബ്രിറ്റികൾ വരാറില്ല. പക്ഷേ 8 വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ട് ഏകദേശം ഒരു 6000-ഓളം ഗസ്റ്റുകൾ പല ഇവന്റ്സിന് ഉൾപ്പെടെ ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ഗസ്റ്റ് പോലും മാറിയിട്ടില്ല, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ പോലും പാതിരാത്രി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ് ജോലി തന്നെയായിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് അവിടെ സാധിച്ചു എന്നുള്ള എൻ്റെ ലൈഫിൽ വലിയ കാര്യമാണ്. പിന്നെ ഇതുവരെ PRO ലൈഫിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ അധികം പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നൊന്നും പറയേണ്ടി വന്നിട്ടില്ല. എൻ്റെ ബന്ധങ്ങൾ വഴിയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ചില പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിർബന്ധമൊക്കെ പറയുമ്പോൾ അവരുടെ തെറ്റല്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും നാളത്തെ മീഡിയ എക്സ്പീരിയൻസ് ഒപ്പം അല്ലാതെ ഉള്ള വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് സാർ ഇത് നടക്കത്തില്ല, ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒരു മീറ്റിംഗിൽ ചെന്നാൽ എന്തായിരിക്കും, ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഇത് നടത്താം അത് നടത്താം ഇത് നടത്താം എന്ന് പറയും തിരിച്ച്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ പ്രിപ്പയർ ഒക്കെ ചെയ്തു. ആ പ്രിപ്പറേഷനൊന്നും ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ ഒരു സൂം മീറ്റിംഗ് വന്നു. സൂം മീറ്റിംഗ് വന്നപ്പോൾ ഈ ഞാൻ ചെയ്തു കൊടുത്ത പ്രിപ്പറേഷൻ ഒന്നുമല്ല, എങ്ങനെ പടം മാർക്കറ്റ് ചെയ്യുന്നുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് പെട്ടെന്ന് അവിടുന്ന് ആ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോദ്യം വന്ന സംഭവം എന്ന് വെച്ചാൽ ഇതിലെന്താണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള സംഭവത്തിൽ. ഇപ്പം എൻ്റെ ജോലിക്ക് ഞാൻ അവിടെ നിന്ന് സേവനം വാങ്ങിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ബ്ലാങ്ക് ആയി. ഇപ്പം ഞാൻ ബ്ലാങ്ക് ആയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അവിടെ പറയാം ഇന്ന വലിയ സൂപ്പർ സ്റ്റാറുകളെ കൊണ്ട് ഇവരെ കൊണ്ട് ഞാൻ ഷെയർ ചെയ്യിപ്പിക്കും, കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. പക്ഷേ വാക്കാൽ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തത് കാരണം എനിക്കിത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ബിൻഷ ഒരു അഭിനേത്രി ആണെന്നുണ്ടെങ്കിൽ ബിൻഷയുടെ കൺസേൺ ഇല്ലാതെ ഞാൻ എങ്ങനെ ബിൻഷ ഇത് ചെയ്യുമെന്നുള്ളത് അവിടെ പറയും. ഇത് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവർ ഉദ്ദേശിക്കും ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അങ്ങനെ എനിക്ക് വാഗ്ദാനങ്ങൾ നൽകാനും പറ്റത്തില്ല. നമുക്കവിടെ ട്രൈ ചെയ്യാന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. ഒരിക്കലും നമുക്ക് ഇത് ചെയ്യിപ്പിക്കാം എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. പക്ഷെ പറയുന്നതിനേക്കാളും നമ്മൾ ചെയ്ത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ളത്. അത് നടക്കുന്നുണ്ട്. പിന്നെ ഒരു സിനിമ 2 സിനിമയൊക്കെ ചെയ്തിട്ട് പോവാന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷെ ഒരു സിനിമ കഴിയുമ്പോഴേക്കും അടുത്ത സിനിമ കിട്ടുന്നു, ആ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്നു. അങ്ങനെ എത്ര സിനിമകൾ ഇത് ഓർമ്മയിൽ എന്തായിരുന്നാലും 10-70 സിനിമ ആയി കാണും ഈ 3 വർഷം കൊണ്ട്. പക്ഷേ പ്രതീക്ഷയായിട്ട് ചെയ്ത സിനിമകളൊക്കെ നല്ല നല്ല എല്ലാ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ സുമതി വളവ് വരെ എടുത്തു നോക്കിയ നല്ല രീതിയിൽ അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എപ്പോഴെങ്കിലും പരാജയപ്പെടുമ്പോൾ ഉള്ളിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാനിപ്പം പറയട്ടെ, സുമതി വളവ് അതിനു മുമ്പ് ഒരു ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ രീതിയിൽ ഏറ്റവും അവസാനം വരെ അതിന് OTT-യിൽ വന്നാലും അതിനൊരു പോസ്റ്റെങ്കിലും എടുത്തിട്ട് ഒരു 10 പേരെ അറിയിക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പം എൻ്റെ സിനിമ പരാജയപ്പെടുന്നത് ഞാൻ പരാജയപ്പെടുന്നതിന് തുല്യമാണ്. അവിടെ എൻ്റെ വർക്കിനകത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. തിരിച്ച് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഒരു സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നല്ല സിനിമയോ ചീത്ത സിനിമയോ അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ മാക്സിമം വലിയ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങി എത്രയോ സിനിമകൾ പരാജയപ്പെട്ടു പോകുന്നു. ചെറിയ സിനിമകൾ എത്രത്തോളം ഇതിൻ്റെ വരുന്നു ഇതിനെതിർന്നിട്ട്. ഈ ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ ഞാൻ പറഞ്ഞ സംഭവം വെച്ചാൽ ജനനം 1947 പ്രണയം തുടർന്നു എന്നുള്ള സിനിമയുടെ ഒരു പ്രസ് മീറ്റ് നടത്തി. ഏകദേശം 150 മാധ്യമ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരോട് ഞാനാണ് പറയുന്നത് തിരിച്ചെടുത്ത് ഈ സിനിമ നിങ്ങൾ കാണും, നിരാശപ്പെടുത്തില്ല. എനിക്ക് മൈക്കെടുത്ത് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആ സിനിമ കണ്ടു. എന്നിട്ട് ഞാൻ ആ സിനിമ ഒരു ചെറിയ കുഞ്ഞു സിനിമയായിരുന്നു, അതിനെ മാർക്കറ്റ് ചെയ്തു. അഭിജിത്ത് അശോകൻ എന്ന് പറഞ്ഞ സംവിധാനം ചെയ്ത ഒരു ഡയറക്ടറുടെ പടം ഞാൻ മാർക്കറ്റ് ചെയ്തു. ആ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ കുറെ പൈസ കളയുന്ന സംഭവമല്ല. അയാൾ എന്ത് പൈസ കളയാൻ പോയോ അത് കളയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്കറ്റ് ചെയ്തു. അത് നമ്മുടെ സ്റ്റേറ്റ് അവാർഡിൽ അതിൽ 1-2 പേർക്ക് അവാർഡ് കിട്ടി, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എൻ്റെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി, ഇതിന് റെക്കഗ്നിഷൻ കിട്ടി. അതിന് എനിക്ക് തിരിച്ച് കിട്ടിയ സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം പെട്ടെന്ന് ഈ അഭിജിത്ത് എൻ്റെ അടുത്ത് തോന്നുന്ന ചേട്ടാ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് വന്നതിന് ശേഷം ഈ സംവിധായകൻ എൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ അടുത്ത് ചെയ്യുന്ന സിനിമയിലേക്ക് ഒരു റോള് പ്രതീക്ഷേട്ടൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല, കാരണം ഞാനിതൊക്കെ വിട്ടതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ശരീരം ശ്രദ്ധിക്കാതെ ബാക്കിയുള്ള സംഭവങ്ങളില്ലാതെ അങ്ങനെ ഒരു ഫിഗർ ഔട്ട് ഇല്ലാതെ. അപ്പം എന്നോട് അവൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടൻ്റെ ശബ്ദമാണ് ഈ കഥാപാത്രം. എനിക്ക് ചേട്ടൻ തന്നെയാണ് ആ റോൾ, ഒരു അഡ്വക്കേറ്റിൻ്റെ റോളാണ് ലിജോമോളോടൊപ്പം. എനിക്കത് കേട്ടിട്ട് എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ഞാനത് ചെന്നിരുന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് അയാൾ എന്നെ അതിനെടുത്തു. പിന്നെ അതിൻ്റെ ഡബിങ് സെക്ഷന് പോയപ്പോഴും എനിക്ക് മനസ്സിലായി, ഇന്ന് നമ്മൾ പണ്ടത്തെ പോലെ നാടകത്തിൽ കിടന്ന് അഭിനയിക്കുക പോലെ നിലവിളിക്കുകയോ വാതറൊക്കെയോ കണ്ണുകൊണ്ട് ഉരുട്ടുകയോ ഒന്നും ചെയ്യണ്ട. ഞാൻ 3 ദിവസം ആദ്യം എൻ്റെ അടുത്ത് ഷിഫ്റ്റ് എന്നൊക്കെ
ഡയറക്ടർ അവിടെ നിന്ന് പറയുമ്പോഴേ ചേട്ടാ പ്രതീക്ഷയുടെ ഹെഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ അവിടെ അറിയാമോ ഇവിടുന്ന് ഒറ്റയടിക്ക് അപ്പുറത്ത് ഷിഫ്റ്റ് എത്തി. പിന്നെയാണ് മനസ്സിലായത് ഹെഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങ് പോയാൽ കണ്ണുകളിട്ട് ഉരുട്ടട്ട അല്ലാത്ത രീതി ചെയ്താൽ മതി. ഇത് 3 ദിവസം കഴിഞ്ഞ് പഠിച്ച ഇത് വളരെ ഈസി ആയിട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നി തിരിച്ചിട്ട് തിരുന്നിട്ട്. പക്ഷേ ഡബിങ് ഇത് കിട്ടിയപ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്ത പണികളായതുകൊണ്ട് എത്ര വലിയ പേജ് 2 പേജൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവിടെ പറയാൻ പറ്റി. അത് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഭാഗ്യം കൊണ്ടുവന്നത് തിരിച്ച് ഞാനിത് വേണ്ടാന്ന് വെച്ച ഭാഗ്യം കൊണ്ടുവന്നത് ഞാൻ അവനുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്തതിന്റെ ഒരു സംഭവമായിട്ട് എത്രയോ പേര് അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. 6 ദിവസത്തെ ഷൂട്ടൊക്കെ ഒരു PR വിളിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതും അങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പോ പ്രതീക്ഷയുടെ അഭിനയം നല്ല ഞാനത് ഞാൻ കുറച്ച് സീൻ കണ്ടു. എന്താ സംഭവം വെച്ചാല് പലപ്പോഴും എന്നോട് പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പം നേരത്തെ ഇന്റർവ്യൂസ് ചെയ്തിരുന്നു. ഞാനൊരു 6 മാസം 5 മാസം ഒന്ന് ഇന്റർവ്യൂ ചെയ്തു. മലയാളത്തിൽ എല്ലാവരെയും ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ 5 മാസം കൊണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്ത സംബന്ധിച്ചാൽ എൻ്റെ നല്ല വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 5 മാസം കഴിഞ്ഞപ്പോൾ നിർത്തി. ഒന്നീ PRO പണി ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആങ്കറിങ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയൽ അഭിനയിക്കാൻ പോവുക, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുക, ഏതെങ്കിലും ഒന്ന് പാഷൻ. ഇതെല്ലാം കൂടി ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും മറ്റുള്ളവർക്ക് ഒന്ന് വഴിമാറി കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്നെ സംബന്ധിച്ച് ഒരു ക്യാമറ തൂക്കി നാളെ നടന്ന് ഞാൻ 10 കണ്ടന്റ് എടുക്കാൻ പോയാൽ അതിലെ റീച്ച് ഉണ്ടാക്കാൻ അതിനകത്ത് പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുത്തേ പറ്റൂ. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സിനിമ ഞാൻ പലപ്പോഴും വരെ 2 സിനിമയൊക്കെ ഒരു മാസം വന്നാൽ ഞാൻ ടെൻഷനാവും. ഈശ്വര ആ ഡേറ്റ് ഇങ്ങനെ ഒരു ഈ ടുഗദർ വന്നാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് മൊത്തം ടെൻഷൻ. ഒരു സിനിമ ആയിരിക്കുമ്പോഴേക്കും എനിക്ക് പോയി നിൽക്കണം. മൾട്ടി ടാസ്ക് ഇഷ്ടമല്ല, അത് ഒന്നിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മൾട്ടി ടാസ്ക് ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്താ സംഭവം വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് അത്രയും മൾട്ടി ടാസ്കിങ് ഇവിടെ നിന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുക, അത് തന്നെ തിരിച്ചിട്ട് വീണ്ടും ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത് എന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോവുക, ഇവിടെ വേറെ 2 അസിസ്റ്റന്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഞാനൊരു കണ്ടന്റ് എനിക്ക് എഴുതാൻ അറിയാം. ആ കണ്ടന്റ് ഞാൻ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. എനിക്ക് സിനിമയുടെ കൂടെ നിൽക്കുമ്പോഴേക്കും സിനിമയുടെ ഇന്റർവ്യൂ ചെയ്യാറുണ്ടെങ്കിൽ എനിക്ക് ഒരാളെ വെച്ച് നടത്തിയിട്ട് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി എനിക്ക് അതിന്റെ കൂടെ നിൽക്കണം. എനിക്ക് എന്റെ പ്രൊമോഷൻ പരിപാടികളിൽ എനിക്ക് പോകണം. ഞാൻ അങ്ങനെ സമയം ഉണ്ടാക്കി നിൽക്കുന്ന ഒരാളാണ്. മറ്റതിൽ അതുപോലെ വേണം. മറ്റിപ്പം ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു നമ്മളൊരു കേപ്പബിലിറ്റി ഇൻവോൾവ് അല്ല, എന്നാലേ നമുക്ക് തിരിച്ച് വരുമാനം കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ചാനൽ പെട്ടെന്ന് തുടങ്ങി ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ഒരു വരുമാനം കിട്ടത്തില്ല. പലപ്പോഴും ചോദിക്കും യൂട്യൂബിൽ എങ്ങനെ വരും. ഇത് അതിനോട് സ്നേഹത്തോടെ നിന്ന് നമ്മൾ അതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് കണ്ടന്റ് ഇട്ട് അതിനകത്ത് നിന്ന് കണ്ടന്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കാരണം ഇടയ്ക്ക് ഞാൻ ഓൺലൈൻ നിർത്തിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ അറിയാം കണ്ടന്റ് ഉണ്ടാക്കും എന്നുള്ളത് അറിയാം. തിരിച്ചെടുത്തിരുന്നിട്ട് ആ കണ്ടന്റിന്റെ ഒരു പോയിന്റ് മതി എനിക്ക് സെല് ചെയ്യാൻ. ബാക്കി അത്രയും ഞാൻ സിനിമയെ കുറിച്ച് സംസാരിക്കും. പക്ഷേ ഞാൻ കുറെ 4 മാസം ഓൺലൈനിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായ സംഭവം എന്ന് അറിയാമോ, ഞാൻ ഈ തംബ്നെയിലിനും ക്യാപ്ഷനും വേണ്ടി ഞാൻ എൻ്റെ ബ്രെയിൻ അവിടെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾസോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു കണ്ടന്റ് ഇടുമ്പോഴേക്കും അവിടെ ഞാൻ മൊത്തം മലയാളികൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പഠിച്ചു കഴിഞ്ഞു. സോ ആ നെഗറ്റിവിറ്റി വെളുപ്പാക്കാരം 3 മണിക്കൂർ എണീറ്റിരുന്ന് ഞാൻ കുത്തിയിരുന്ന് നോക്കും യൂട്യൂബിൽ എത്ര വരുമാനമായി ഇന്ത്യ ഗേൾസ് എന്ന് പറഞ്ഞ ചാനലിൽ. അങ്ങനെ നോക്കി പൈസ ഉണ്ടാക്കി ഞാൻ മുതലാളിക്ക് ഏൽപ്പിക്കുമ്പോഴേക്കും ഞാൻ വേറൊരു സത്യം പറഞ്ഞ ഒരു സൈക്കോ മൂഡിലേക്ക് പോവുകയാണ്. തിരിച്ചിട്ട് കണ്ടന്റിൽ മാത്രമാണ് ഇതിന്റെ അടുത്ത കണ്ടന്റ് എങ്ങനെ, ആരുടെ സംഭവം എങ്ങനെ, എപ്പോഴും. ഞാൻ രാത്രിയൊക്കെ എന്നിട്ട് ഒരു ദിവസം ഒരു ഇന്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അന്ന് കോവിഡ് സമയത്തൊക്കെ 11:30 ലൈവ് സ്ട്രീം ചെയ്തിട്ട് 36,000 പേരൊക്കെ ഇരുന്ന് ലൈവ് കാണുക. അത് പിറ്റേന്ന് രാവിലെ 1 മില്യൺ ആവുക. അതിന്റെ ദിവസം അടുത്ത കണ്ടന്റ് ചെയ്യുക, അത് 1 മില്യണിലേക്ക് പടയെന്ന് പറഞ്ഞ് കുതിച്ചു പോവാം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് അടുത്ത കണ്ടന്റ് എന്നുള്ളതിന്റെ അടുത്തത് മാത്രമല്ല മൊത്തത്തിൽ ഒരു നെഗറ്റീവ് എനർജി വരും നമുക്ക്. എന്നിട്ട് നാളെ നമ്മൾ ജീവിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാൻ വേണ്ടി താല്പര്യമില്ല. അപ്പൊ അങ്ങനെയാണ് സിനിമയോടൊപ്പം നിൽക്കുന്നത്. സിനിമ ഇങ്ങനെ PR ചെയ്യുന്നു, അത് പോകുന്നിടത്തോളം കാലം ഇത് പിന്നെ എനിക്ക് ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. എന്നാൽ കുറേ സിനിമകൾ ചെയ്ത് എനിക്ക് ഇത്ര സിനിമകൾ ചെയ്യണമെന്നൊന്നും ഇല്ല. വരുന്ന സിനിമകൾ അനുസരിച്ച് നമ്മളെ മനസ്സിലാക്കുന്നവർ അല്ലെങ്കിൽ അവരുമായിട്ട് ഞാൻ മനസ്സിലാവുന്നവർ, അങ്ങനെയുള്ള സിംഗിളുള്ള കുറച്ച് പേരുണ്ട്. അവരുമായിട്ട് മുന്നോട്ട് പോവുക. തിരിച്ച് നല്ല സിനിമകൾ അതിൽ സംഭവിക്കും, അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള സിനിമകൾ സംഭവിക്കും. അതിന്റെ കൂടെ നിന്ന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ അതിനെ നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ അടുത്തൊരു ഇഷ്യൂ വന്നപ്പോഴായാലും ഓൺലൈൻ മാധ്യമങ്ങളെ നെഞ്ചോട് ചേർത്ത ഒരാളാണ്. എന്ന് വെച്ചാൽ മൊബൈലും കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് സാബു മോനൊക്കെ പറഞ്ഞ സമയത്ത് പ്രതീക്ഷേട്ടൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരെനിക്ക് വേണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഇല്ല, ഞാൻ ആക്ച്വലി സാബുചേട്ടൻ ഇപ്പോഴൊന്നും അല്ല കേട്ടോ. സാബുചേട്ടൻ ഇപ്പോൾ ഓൺലൈൻ അങ്ങനെ പറഞ്ഞല്ല. സാബുചേട്ടൻ ചിലപ്പോൾ അതൊരു അന്നത്തെ ഒരു സംഭവത്തിൽ ഇൻസിഡന്റ് ഇതിൽ ആയതുകൊണ്ട് ചിലപ്പോൾ സാബുചേട്ടൻ അങ്ങനെ പ്രതികരിച്ചതായിരിക്കാം. സാബുചേട്ടൻ ഇതിന് മുമ്പ് പല കാര്യങ്ങളിലും പ്രതികരിച്ചുകൊണ്ടിരുന്ന ആൾ. ഇപ്പം വല്ലപ്പോഴും മാത്രമേ പ്രതികരിക്കാറുള്ളൂ. എൻ്റെ സുഹൃത്തുമാണ് സാബുചേട്ടൻ, എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. പക്ഷേ ഞാൻ അന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നീലക്കുയിൽ എന്നുള്ള പേര് ഇപ്പം എല്ലാ മലയാളികളും നീലക്കുയിൽ എന്ന് പറയും. തിരിച്ച് ഇത് ഒരു നീലക്കുയിലല്ല. ഈ നീലക്കുയിൽ എങ്ങനെ ഉണ്ടായി, ഈ നീലക്കുയിലെ കണ്ടന്റ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ നീലക്കുയിലുകൾ എങ്ങനെ ഉണ്ടായി,
അവിടെയാണ് ഞാൻ പറഞ്ഞ കണ്ടന്റിന്റെ പോയിന്റ്. നിങ്ങൾക്കത് മോശമാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പ്രതികരിച്ച് കട്ട് ചെയ്തുകൂടാ? അത് വീണ്ടും 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 കാണുന്നത് കൊണ്ടല്ലേ അവിടെ കണ്ടന്റുകൾ ജനിക്കുന്നത്. അവിടെ ഈ ഒരു നീലക്കുയിലുള്ളത് എനിക്കറിയാം, നീലക്കുയിൽ എന്റർടൈൻമെന്റ്സ് എന്നുള്ള ചാനലാണ്. ഇപ്പൊ എത്ര നീലക്കുയിൽ പേജായി, അല്ലെങ്കിൽ എത്ര അവരുടെ പേരിൽ വെച്ചിരിക്കുന്ന എത്ര സംഭവങ്ങളായി. ഞാൻ അന്ന് അവരുടെ സപ്പോർട്ട് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ആ സംഭവത്തിൽ ഇവര് വരുന്നത് കൊണ്ട് അതിന് തെളിവാണ് സുമതി വളം എന്ന് പറഞ്ഞൊരു ചിത്രം. ഞാൻ അവരെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് അതിനകത്ത് വ്യക്തമായി കാണാം. എന്റെ കൂടെ രാത്രി 2:30 മണിക്ക് 3 മണിക്കും വെളുപ്പാങ്കാലം 3 മണിക്കും ഈ പറയുന്ന മിക്ക ഓൺലൈൻ മാധ്യമങ്ങളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവര് ചെയ്ത എന്താണ്, അവിടെ വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ ഇവർ പറയുന്ന രീതിയിലല്ല ചെയ്തത്. സിനിമയുടെ റെസ്പോൺസ് വീഡിയോ ആണ് അവരെടുത്തിട്ടത്. അപ്പം അവരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അവര് നല്ല നല്ല കണ്ടന്റ് ഇടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ആസ് ഒരു PR ഞാൻ നടത്തുന്ന പരിപാടി ബിൻഷ അതിലെ നായിക, ബിൻഷയുടെ മോശമായ രീതിയിൽ ഒരു ആംഗിളിൽ ഒരു സാധനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് വിളിച്ച് റിമൂവ് ചെയ്യാം. ഇന്ന് വരെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ഞാൻ വർക്ക് ചെയ്ത മനോരമ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോലും 8 വർഷം 9 വർഷം ഞാൻ സെലിബ്രിറ്റി മാനേജ്മെന്റ് ചെയ്തിട്ട് ഓരോ സെലിബ്രിറ്റിയും ഇത് കൊടുക്കണ്ട എന്ന് പറയുമ്പോഴേക്കും ഞാൻ കൃത്യമായി പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറഞ്ഞ് അത് കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. ആ ഭാഗം കേൾക്കാം, നമുക്ക് അങ്ങനെയുള്ള സുതാര്യമായിട്ടുള്ള ഒരു നയം പോലും കൊണ്ടുവന്നില്ലെങ്കിലും അത് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാം. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ ചിലത് കണ്ടന്റിന് വേണ്ടി ഇപ്പൊ പല സംഭവങ്ങളും ശ്രദ്ധിച്ചറിയാം. പലരിടത്തും കണ്ടന്റിന് വേണ്ടി ആ കണ്ടന്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്യമാക്കി ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ പോലും ഉണ്ട്. നടിമാര് തന്നെ ചില ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇങ്ങനെ വന്ന് ഷൂട്ട് ചെയ്യണം. അത് അവര് നമ്മളോട് പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഈ നീലക്കുയിലിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഓരോ പരിപാടിയിലും വരുന്നത്, പേഴ്സണൽ പരിപാടിയിലൊക്കെ. അത് നീലക്കുയിലിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. കാരണം എനിക്ക് ഇത് നീലക്കുയിലില്ലാത്തത് കൊണ്ട് എനിക്ക് അതിന്റെ വ്യക്തമായ കാര്യം മറ്റുള്ള ഒരു അഭിനേത്രിയുടെ കാര്യം എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ എന്റെ പരിപാടികളിൽ അവരെ വന്ന് വിളിച്ച് കവർ ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്. എനിക്ക് അവർ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഇത് ചെയ്തിട്ടില്ല. മോശമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരടുത്ത് മോശമായിട്ട് തന്നെ പെരുമാറാറുണ്ട്. ആ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നവരെ ഞാൻ മോശമായിരിക്കും തിരിച്ച് കണ്ടന്റ് റിമൂവ് ചെയ്ത് അല്ല മുഖം നോക്കാതെ ഞാൻ പെരുമാറാറുണ്ടെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു കാര്യം മോശമാണെന്ന് വിളിച്ച് പറയാതെ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. അത് ആരുടെ മുഖത്തൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് ഞാൻ പറയാറുണ്ട്. ഞാൻ നാളെ മോശപ്പെട്ട പരിപാടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കും പറയാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വാധീനം അത് മാധ്യമപ്രവർത്തകർക്കും പറയാം. കാരണം ഇവരുടെ ഒരു സൗഹൃദമുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ അതിന്റെ പറയുന്നത് മോശപ്പെട്ട രീതിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് എടോ ഇങ്ങനെയല്ലേ കണ്ടന്റ് പോയിരിക്കണം, ഇതൊന്ന് മാറ്റടോ എന്ന് പറയാൻ വേണ്ടി എനിക്ക് അവരുമായിട്ടൊരു സൗഹൃദമുണ്ട്. അവരത് ചെയ്തു തരാറുണ്ട്. ഇന്നുവരെ ആരും ചെയ്തു തരാതിരുന്നിട്ടില്ല. അപ്പം ആ ഒരു ഇതുള്ളത് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഈ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് എന്താ പറയാ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. എപ്പോഴും നമ്മളിങ്ങനെ ഒന്നും മുന്നും പിന്നും നോക്കാതെ പ്രതികരിച്ചത് കൊണ്ട് ഓരോ വിഷയങ്ങളിലാവട്ടെ ലൈഫിൽ അങ്ങനെയുള്ള അങ്ങനെ പലപ്പോഴും ഇപ്പൊ ഒരാളെ ഇപ്പം ഞാനിപ്പോ ബിൻഷ എന്ന് പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ കുമാർ എന്ന വ്യക്തിയോ രാജാൻ എന്ന് പറഞ്ഞ വ്യക്തിയോ ഏതൊരു വ്യക്തിയെ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആരുടെയും മുഖത്ത് നോക്കി എന്റെ സുഹൃത്താണോ അത് നോക്കിയിട്ടല്ല. തെറ്റ് കണ്ടാൽ ഞാനത് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ എനിക്കത് വിഷമം തോന്നിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളിലും പറഞ്ഞത്. ഉണ്ണി മുകുന്ദന്റെ കാര്യം തന്നെ ലാസ്റ്റ് എടുത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നത് എന്റെ സുഹൃത്താണ്. പക്ഷെ സുഹൃത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ 9 വർഷം സെലിബ്രിറ്റി മാനേജ്മെന്റ് ചെയ്യുന്ന ഞാൻ എന്റെ ജോലി എന്താണ്? സെലിബ്രിറ്റി മാനേജ്മെന്റ്. താങ്കൾ ഒരു കാര്യം വ്യക്തിപരമായി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം സംഭവിച്ചെന്ന് ഒരു അഭിനേതാവോ അഭിനേത്രിയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്ത് കോംപ്രമൈസ് ആക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. സിനിമയാണ് വലുത്. എന്നെയോ താങ്കളെയോ വേറെ ആർക്കും സിനിമയ്ക്ക് മുന്നിൽ ആവശ്യമില്ല. അപ്പൊ അവിടെ എനിക്ക് ചില പേഴ്സണൽ വിഷമങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ഒരാൾ ഇന്ന സംഭവം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും വിഷമങ്ങളുണ്ടായി. ഞാനും അദ്ദേഹവും അടുത്ത സുഹൃത്തുക്കളാണ്. ഈ ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഞങ്ങൾ അടുത്തും കണ്ടു. ഞങ്ങൾ ശത്രുക്കളെ പോലെ ഇതായിരിക്കുന്ന സംഭവമല്ല, ഒളിയമ്പുകൾ ചെയ്യാറില്ല. പറഞ്ഞു അവിടെ തീർന്നു. എനിക്ക് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, പറഞ്ഞു തീർന്നു. നാളെ ഞാൻ എന്തെങ്കിലും ഒരു സംഭവത്തിൽ പറയുമ്പോഴേക്കും അത് പ്രതീക്ഷ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് പുള്ളിക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം എന്ന് സംബന്ധിച്ചാൽ അതങ്ങനെയാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു കൊടുത്തും വാങ്ങാനുമുള്ള ഒരു സംഭവമാണ് ആവശ്യം. ഈ സിനിമ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് പ്രത്യേകമായിട്ടുള്ള ശത്രുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളോ വെച്ചിട്ടില്ല. നാളെ നിലനിൽക്കുന്ന സിനിമ മാത്രമായിരിക്കും. നമ്മളൊക്കെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ കാണും, ഇല്ല കാണാതിരിക്കാം, എന്തുവേണമെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ വേറെ ഫീൽഡിലേക്കെല്ലാം പോവാം. പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞ ഫീൽഡ് അവിടെ തന്നെ കാണും. അത് എല്ലാ മനുഷ്യരുടെ ഇതാണ്. അതുകൊണ്ട് നമ്മൾ അഭിപ്രായം പറയുമ്പോഴേക്കും ബിൻഷയ്ക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ കുമാറിന് ഇഷ്ടപ്പെടുമോ, രാജിന് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അസോസിയേഷൻ ഇഷ്ടപ്പെടുമോ? അങ്ങനെ മേടിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ വളർത്തിയത് അവർ ഭയങ്കര സ്വർണ്ണ തലയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ആഹാരം തന്നിട്ടില്ല. പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അച്ഛനും അമ്മ എനിക്ക് വീട്ടിൽ തന്നിട്ടുണ്ട്, ഇന്നും തന്നിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴേക്കും എനിക്കല്ലാതെ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ, എൻ്റെ അച്ഛനമ്മയുടെ അല്ല ഫാമിലിയിൽ നിന്ന് തന്നെ കുറെ തിക്ത അനുഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്കറിയാം. അത് തിരുത്താൻ ചിലപ്പം എൻ്റെ കുറച്ച് ഓവർ കെയറിങ് കൊണ്ടായിരിക്കാം അതെനിക്ക് തിരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം എവിടെയാണ് തെറ്റിപ്പോയെന്നുള്ളത് മനുഷ്യൻ അത് അറിഞ്ഞ് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണല്ലോ ലൈഫ് നന്നാവുന്നത്.
അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ നാളെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ആർക്കെങ്കിലും വേദനിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുകൊണ്ടോ ഒരു അഭിപ്രായം പറയാനുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെട്ടി തുടങ്ങും. അത് ഏത് പ്രസംഗ വേദിയിലാണെന്നുണ്ടെങ്കിൽ ശരി, അത് സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഞാനത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു വെച്ചാലേ നമ്മളത് മനസ്സിൽ കൂട്ടിയിട്ടിട്ട് നാളെ വല്ല അല്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി കിടന്നിട്ടേ ആ ഒരു ദേഷ്യമായിട്ട് മാറും. ഞാനിപ്പോൾ ബിനിഷയുടെ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയുടെ ദിലീപിന്റെ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് അവിടെ അപ്പം പറയും, ചേട്ടാ ഇതാണ് പ്രശ്നം, ഇതാണ് ബിനിഷ അത് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ വളരെ ചിരിച്ച് വളരെ ലാഘവത്തോടെ പറയുന്നത് അത് അവിടെ തീർന്നു പ്രശ്നം. നമ്മളിത് കൂട്ടിയിട്ട് എല്ലാം കൂടി എടുത്തിട്ട് കത്തിച്ച് വലിയ കാര്യമായിട്ട് നടക്കും. അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, പറഞ്ഞു തീർക്കുക അത്ര മാത്രമേ ഉള്ളൂ. അവിടെ പറയുമ്പം അവിടെ തീരും. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളിത് പറയുന്നുണ്ടല്ലോ പല കാര്യങ്ങളിലും കാര്യങ്ങൾ പറഞ്ഞ് തുറന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഞാനല്ലാതെ സമൂഹത്തിൽ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല. നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നത് അത് കുറച്ച് പേർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിരിക്കട്ടെ, അതിന് എതിർക്കുന്നവർക്ക് എതിർക്കാം, അത്രേ ഉള്ളൂ. ഇപ്പം പ്രതീക്ഷയായിട്ടാ ഇപ്പോൾ ഒരു സിനിമയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം പ്രതീക്ഷയായിട്ടിന് ഒരു വർക്ക് തന്നെന്ന് വിചാരിക്കും. അപ്പം കുറച്ച് നാൾ പ്രതീക്ഷയായിട്ടും ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ചിലപ്പം വേറൊരു PROനെ ആയിരിക്കും. അങ്ങനെ ചില സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം ഒരാളായിരിക്കും, പിന്നീട് വേറെ ആൾക്കാരായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക. അപ്പോൾ ഇതിലൊരു കോമ്പറ്റീഷനും അങ്ങനെ ഇത് നടക്കുന്നുണ്ടോ ശരിക്കും? ആക്ച്വലി എൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം മലയാള സിനിമയിലേക്ക് വരുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഇപ്പം എൻ്റെ പേര് തന്നെ ആയിരിക്കും പോസ്റ്ററിൽ വെച്ചിരുന്നത്. ഈ പോസ്റ്ററിൽ വെച്ചിട്ട് പോലും വേറെ ആളുടെ അടുത്ത് ഇതിൻ്റെ വാർത്ത കൊടുക്കുമ്പോഴേക്കും അപ്പം ഞാൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്തോടെ ചോദിക്കും, നിങ്ങൾ എന്നെ PR ഇട്ട് വെച്ചിട്ട് വേറെ ആളെല്ലാം വാർത്ത കൊടുക്കുന്നില്ല, വേറെ ആൾക്കാർ എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ന്യൂ ടു ഇൻഡസ്ട്രി, എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ സംഭവിച്ച് ഞാൻ വർക്കുകളിലൊക്കെ ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ, അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മാറി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. തിരിച്ച് ഈ കാലം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറേ പേരുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ള സംഭവങ്ങളിലൊക്കെ എനിക്ക് പിടികിട്ടിയത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പക്വത കുറവ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ജോലി ചെയ്യുക, മറ്റുള്ള കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ചെയ്യുക, പോവുക. പിന്നെ ഇപ്പോഴ് ഏറ്റവും വലിയ മുഖ്യം എന്ന് പറയുന്നത് പൈസ മുഖ്യമാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി. കാരണം വീട്ടിൽ പ്യൂരിറ്റി കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളിൽ മാത്രമേ ഇതുള്ളൂ. പിന്നെ സിനിമയ്ക്ക് വേണ്ടി മരിക്കാറുണ്ട്, കിടന്ന് മരിച്ചിട്ട് ഇത് ചെയ്തിട്ടും ഈ സമ്പത്ത് കിട്ടിയിരുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇടയ്ക്കൊക്കെ കുറേ സംഭവങ്ങളിൽ നല്ല രീതിയിൽ കയ്യിൽ നിന്ന് ഫണ്ട് പോയി, അല്ലാത്ത രീതിയിലും ഫണ്ട് പോയി. പക്ഷേ സ്നേഹിക്കുന്നവർ കൃത്യമായിട്ട് ഫണ്ട് തരുന്നുണ്ട്. അപ്പം അതിന് മുഖ്യം കൊടുക്കുക. ഒരുപാട് സിനിമകളൊന്നും ചാടി വാരി പിടിച്ചേർക്കാതെ കുറേ നമ്പർ ചെയ്യുമെന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് കിട്ടുന്ന സിനിമകളോട് ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തിരിച്ച്. പിന്നെ മറ്റൊരു PRO ചെയ്ത വർക്ക് അല്ലെങ്കിൽ എൻ്റെയിലേക്ക് വരുന്നു, ഇതിലേക്ക് വരുന്നു എന്നുള്ളതല്ല, സുതാര്യമായിട്ടാണോ വരുന്നത് എന്നുള്ള സംഭവം മാത്രമേ നോക്കാറുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യാത്ത പടങ്ങളുടെ സംഭവങ്ങൾ പോലും എൻ്റെ പേര് PRO വയ്ക്കുമ്പോഴേക്കും പക്ഷേ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അത് അനാവശ്യമായ കാര്യങ്ങളായിട്ട് അതൊരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ അല്ലാത്ത രീതിയിൽ എൻ്റെ പേര് യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നമോട്ടോ കൊടുത്താൽ ഞാൻ പ്രതികരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇടപെട്ട് പ്രതികരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഈ ഒരു PRO ഈ PRO ഇതൊന്നും അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ചെയ്യുന്നിടത്ത് മറ്റൊരാൾ വരാം, മറ്റൊരാൾ വരുന്നിടത്ത് അതിൻ്റെ അടുത്ത് വരാം. ഫൈനലി സിനിമയ്ക്ക് എന്താണ് ആവശ്യം? അതിൻ്റെ പ്രൊമോഷനാണ് ആവശ്യം, അല്ലെങ്കിൽ ആ സൗഹൃദങ്ങളാണ് ആവശ്യം. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് പല പടങ്ങളും ഞാൻ വർക്ക് ചെയ്യാറുണ്ട് തിരിച്ച് തന്നിട്ട്. അവർ ആർട്ടിസ്റ്റാണ്, അവർ പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാറുണ്ട് തിരിച്ച്. അത് ചെന്ന് ചെയ്ത് ആ സിനിമയെ എന്തെങ്കിലും അത് കുറച്ചും കൂടി ഇതായിട്ട് വരുമ്പോഴേക്കും എനിക്ക് സന്തോഷം. പിന്നെ മമ്മൂക്കയുടെ പടങ്ങൾ ഒരു കാലത്ത് പ്രതീക്ഷേട്ടൻ തന്നെയായിരുന്നു വിജയിച്ച എല്ലാ പടങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മമ്മൂക്കയുടെ പടങ്ങളിൽ പ്രതീക്ഷേട്ടൻ ചെയ്യുന്നില്ല. അത് പ്രതീക്ഷേട്ടൻ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടാണോ? സിനിമ എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ കൂടെ എനിക്ക് അവസരം കിട്ടുന്ന മമ്മൂട്ടി കമ്പനിയിലാണ്. ഇപ്പം റോഷാക്ക്, നൻപകൽ നേരത്തെ മയക്കം, കണ്ണൂർ സ്കോഡ് അല്ലെങ്കിൽ കാതൽ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സജീവമായി. ഞാൻ തന്നെ മമ്മൂക്കയുടെയും ഞാൻ തന്നെ ദുൽഖറിൻ്റെയും ഞാൻ തന്നെ മോഹൻലാലിൻ്റെയും ഞാൻ തന്നെ കമലഹാസൻ്റെയും ഞാൻ തന്നെ സൂര്യയുടെയും ഞാൻ മാത്രമല്ല, എൻ്റെ അവിടെ ഈ PRO ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒന്നാമത്തെ രീതിയിൽ ഇത് വേണം. ഈ സ്വാഭാവികമായിട്ടും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിലേക്ക് വരുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും തിരിച്ച്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, കാരണം ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്, പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയിലേക്കും ഏഹ ഫിലിംസിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ കാരണമാണ്. അതിപ്പോൾ ഈ നമ്മൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഒരു സംഭവമായിരുന്നു. നിങ്ങളെപ്പോലെ ഞാൻ ഒരു ദിവസം ഏത് സിനിമയുടെ കുറുപ്പ് സിനിമയുടെ പ്രസ് മീറ്റിന് വേണ്ടി വരികയാണ്. പ്രസ് മീറ്റിന് വേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ നായിക ശോഭിത ദുലിപാല. അപ്പോൾ ഈ ശോഭിത ദുലിപാലയുടെ ഇൻ്റർവ്യൂ അന്ന് ഇംഗ്ലീഷിലാണ്. അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാറുള്ളൂ, മറ്റിതര മലയാളം അവർക്ക് അറിയത്തില്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ആരും എടുക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും അതിൻ്റെ ഒരു ഇത് ചെയ്യുന്ന ഡിജിറ്റൽ ചെയ്യുന്ന ഒരു ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ശോഭിതയുടെ എടുക്കാൻ പറ്റുമോ, ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമോ, കാരണം വേറെ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മതി, തിരിച്ചല്ലാത്തിട്ട് ചേട്ടൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിൽ ഞാൻ ശരിയാണല്ലോ, ശോഭിത മാത്രം റൂമിലുണ്ട്, അവിടെ ചെന്നിട്ട് ക്യാമറയുടെ ബാക്കിൽ ഇരുന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, തിരിച്ച് എന്തെങ്കിലും അവർ ആൻസർ ചെയ്യും എന്നുള്ള സംഭവത്തിൽ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് നേരെ ശോഭിതയുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിലേക്ക് നിന്ന സമയത്ത്
ദുൽഖർ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ദുൽഖറിനോടൊപ്പം കുറേ സൗഹൃദങ്ങളുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്, ദുൽഖറിന്റെ ടീമുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് നേരെ ലിഫ്റ്റിന്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഞാൻ ദുൽഖറിനെ കണ്ടപ്പോൾ സൈഡിലേക്ക് അങ്ങ് മാറി. അപ്പം ഡിക്ക് പെട്ടെന്ന് മനോരമയിലും ഒക്കെ വെച്ച് കണ്ടിട്ടുള്ളൊരു സംബന്ധിച്ച് താനെന്തോടെ ഇവിടെ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ആക്ച്വലി ശോഭിതയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് ചോദിച്ചു, താൻ മനോരമയിൽ നിന്നൊക്കെ വിട്ടോ, തിരിച്ച് അവിടുന്ന് ചാനലിലേക്ക് വിട്ട് തിരിച്ച് എൻ്റെ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇന്ത്യ ഗിൽസ് എന്നാണ് പേര്. അപ്പോൾ എനിക്ക് ചോദിച്ചു, ഇന്ത്യ ഗിൽസിന് നമ്മുടെ ഒന്നും ഇന്റർവ്യൂ എടുക്കത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, DQ തിരക്കല്ലേ? നോ ശോഭിതയുടെ മാത്രം എടുക്കണ്ട, ഞാനും കൂടി ഇരിക്കുന്നു, ഞാനും ശോഭിതയും കൂടി നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. തിരിച്ച് എനിക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു. അങ്ങനെ ഈ ഹോട്ടലിൽ തന്നെ ക്രൗൺ പ്ലാസയിൽ തന്നെ രാത്രി ഒരു 12:15 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനം ഞാൻ വിചാരിച്ചു നടക്കത്തില്ല, കാരണം DQനും ഫുൾ വർക്കായിരുന്നു അന്ന് ഇവിടെ. അത്രയ്ക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ലോഡ് ഇന്റർവ്യൂസ് ആയിരുന്നു. പക്ഷെ 12:15 പുള്ളിക്കാരൻ ഓർത്ത് എന്നിട്ട് തിരിച്ചു പറഞ്ഞു, ശോഭിതനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു തിരിച്ച്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം എനിക്ക് ഇംഗ്ലീഷിന് ഭയങ്കര മാർക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ DQൻ്റെ അടുത്ത് DQ എനിക്ക് ഇംഗ്ലീഷ് നേരെ സംസാരിക്കാനോ കാര്യങ്ങളോ അറിയില്ല. ഇപ്പം എവിടെയെങ്കിലും ചെന്ന് പെട്ടാൽ എന്തെങ്കിലും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഗ്രാമറില്ലാതെ രക്ഷപ്പെട്ട് വരും. എനിക്ക് ഏറ്റവും മാർക്ക് കുറവ് ഇംഗ്ലീഷിനാണ്, 19, 24 SSLC പരീക്ഷയ്ക്ക് പോലും. തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കാനൊന്നും അങ്ങനെ അമ്മ നിർബന്ധിക്കാറില്ല. എൻ്റെ അനിയൻ 49, 50 ഇംഗ്ലീഷിന്. SSLCക്ക് റാങ്ക് ഹോൾഡറാണ്, +2 റാങ്ക് ഹോൾഡറാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ബോധേഡല്ല. അപ്പൊ ഈ ഞാനാണ് ശോഭിതയുടെ അടുത്ത് ഇംഗ്ലീഷിൽ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഞാൻ എന്നിട്ട് അവിടെ ചെന്നിരുന്ന് ഞാൻ പറഞ്ഞു വന്നപ്പോഴേക്കും തിരിച്ചൊരു കെയറിങ്ങിൽ ഞാൻ അങ്ങ് കയറി ഭയങ്കര രീതിയിലേക്ക് അങ്ങ് എയറിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ച് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ, DQന്റെയും ശോഭിതയുടെ ഇന്റർവ്യൂ അങ്ങ് കയറി വൈറലായി. അത് കഴിഞ്ഞ് എനിക്ക് നോക്കിയപ്പോൾ മലയാള സിനിമയിൽ എല്ലാവരും മിക്ക PROമാർ എന്നെ വിളിച്ചിട്ട് പ്രതീക്ഷ എന്നെ ഇന്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞു. സാധാരണ ഒരാൾ എയറിലായി എന്തായി അങ്ങ് എയറിലായി പോവല്ലേ ചെയ്തത്. ഇത് ഞാൻ എയറിലായി പോയിട്ട് തിരിച്ച് അവസാനം തിരിച്ചിട്ട് എനിക്ക് കംപ്ലീറ്റ് ഇന്റർവ്യൂവിന്റെ ബഹളം. എന്നെ എല്ലാവരും വിളിച്ചിട്ട് തിരിച്ച് ഇന്റർവ്യൂ എടുക്കണം എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിളി പോയതാണോ അതോ ഇവരുടെ കിളി പോയതാണോ? അപ്പൊ ഞാൻ ഇങ്ങനെ എന്നിട്ട് വീണ്ടും ഇന്റർവ്യൂ ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഇത് ചെയ്തിട്ട് പിന്നെ ഞാൻ പലരെ എയറിലാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള പല ഇന്റർവ്യൂസും പുറത്തിറക്കാൻ തുടങ്ങി. കാരണം നമുക്ക് ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് പണി കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്കാണ് അത് വന്നത്. അപ്പൊ ആ ഒരു ബന്ധമാണ് പറഞ്ഞു വന്നത്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ആൾക്കാർ DQസിന്റെ വേഫേ ഫിലിംസ് ആണെന്നുണ്ടെങ്കിലും അവിടെ അവരുമായിട്ട് എല്ലാം നല്ല സൗഹൃദങ്ങളാണ്. എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലുള്ള ഒരു സൗഹൃദം അവിടെ ഉണ്ട്. ആ സൗഹൃദം നിലനിൽക്കുമ്പോഴേക്കും, സൗഹൃദം ഇങ്ങനെ ടോപ്പ് അവസ്ഥയിൽ നിൽക്കുമ്പോഴേക്കും അതിനകത്ത് പലരും വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും, പ്രത്യേകിച്ച് മാർക്കറ്റിംഗും കാര്യങ്ങൾ. ആ വിള്ളൽ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ ഇന്നും കൂട്ടുകാരാണ്, ഇന്നും അവരുടെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ പടവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സൗഹൃദത്തിന് യാതൊരുവിധ കുറവും ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് പോകുന്നു. കാരണം എൻ്റെ സഹോദരങ്ങളാണ് അവർ. ഇപ്പം എനിക്ക് കൈ തന്ന ഒരു സംഭവം, അല്ലെങ്കിൽ എനിക്ക് നന്മ ആഗ്രഹിച്ചിട്ട് അവരൊന്നും ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ നന്മ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും അല്ലാത്ത രീതിയിൽ പടങ്ങൾ വർക്ക് ചെയ്ത് പോകുന്നു. അങ്ങനെ അതിലിപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ പടം വേണം, അല്ലെന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ പടം വേണം. ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, എനിക്ക് ശേഷം വന്ന വേറൊരാൾ വന്ന് കാണുമല്ലോ. ഇപ്പൊ ലാസ്റ്റ് വന്ന പോസ്റ്ററിൽ അയാളെ പേരില്ലല്ലോ, അതിന് ഉത്തരവുണ്ടോ? അല്ല ഞാൻ ചോദിച്ചു, ഇത്രയും ചോദിച്ചിട്ട് പറയാ, എനിക്ക് ശേഷം ഒരാൾ വന്നു, എത്ര സിനിമ ചെയ്തു, അയാൾ എന്തുകൊണ്ട് അടുത്ത സിനിമ ചെയ്യുന്നില്ല? അപ്പൊ അയാളുടെ പേര് തന്നെ എല്ലാത്തിലും വെക്കണമെന്നുണ്ടോ? ഞാൻ ഇത്രയും സിനിമയെങ്കിലും 5 ചെയ്തില്ല. തിരിച്ചു നമ്മൾ ആ ഒരു സൗഹൃദം കാരണം തിരിച്ച് അവിടെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും പല ബിസിനസ് കണക്ഷൻസും അങ്ങനെ മറ്റൊരാളുടെ പേരും പോയില്ലേ തിരിച്ച്. പക്ഷെ എന്നാലും ഒരു ഭാഗ്യം ഇപ്പൊ നൻപകൽ നേരത്ത് മയക്കാണേലും റോഷാക്കാണേലും എല്ലാം PRO പ്രതീഷ് ശേഖർ, ആ ഒരു ഒറ്റ നെയിം ഇങ്ങനെ തെളിഞ്ഞ്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം മമ്മൂക്കയുടെ ആ പടങ്ങളിലൊക്കെ മമ്മൂക്ക ഇട്ടേക്കുന്ന എനർജി ഉണ്ടല്ലോ. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൻപകൽ നേരത്ത് ആയിക്കോട്ടെ, ഈ നൻപകൽ നേരത്തിലൊക്കെ കണ്ണാടിയുടെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ സ്ക്രീനിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് കാണുന്നത് IFKയുടെ സ്ക്രീനിലാണ് കാണുന്നത്. അവിടെ ചെന്ന് ഞാൻ ആദ്യം ഈ ക്യൂല് എന്ന് പറഞ്ഞാൽ വെളുപ്പകൽ 6 മണി മുതൽ നൻപകൽ നേരത്ത് മയക്കം കാണാൻ വേണ്ടി ക്യൂ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, LJP വരുമ്പോൾ LJPയുടെ കൂടെ പോകാന്ന് പറഞ്ഞിട്ട്. LJP വരുമ്പോൾ നിങ്ങളിവിടെ തിയേറ്ററിൽ വരുന്ന LJP അല്ല അവിടെ IFKയിൽ കാണുന്നത്. LJPയുടെ ഒരു ആരവം പോലെ ആയിരക്കണക്കിന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് അവിടെ തിയേറ്ററിലേക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, പടത്തിന്റെ PRO എന്നെ ഒന്ന് കയറ്റി വിടുന്നത്, പോലീസ് പറഞ്ഞ് മാറിയിക്കാൻ പറഞ്ഞു. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് ലൈനിൽ ചെന്നിട്ട് ആദ്യം നിൽക്കുന്ന ആളുടെ പറഞ്ഞു, ഹലോ ചേട്ടാ പടത്തിന്റെ PRO കയറ്റി വിടുക. അപ്പം പറഞ്ഞു, 6 മണി മുതൽ നിൽക്കുകയാണ് ഞാൻ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, എന്തോ ഒരു ട്രഷററാണ് പുള്ളി എവിടെ ക്യൂവിൽ നിൽക്കുകയാണ് രാവിലെ 6 മുതൽ. അപ്പം എനിക്ക് മനസ്സിലായി നടക്കത്തില്ല. പിന്നെ ഞാൻ അല്ലാത്ത രീതിയിൽ എനിക്കൊരു സീറ്റ് കിട്ടി, ഇങ്ങനെയൊക്കെ കയറി കണ്ട്. പക്ഷേ ആ ഫീൽ എന്ന് പറയാമോ, ഈ പടം അവിടെ വെച്ച് കാണുമ്പോൾ എൻ്റെ പൊന്നെ, നമ്മൾ വേറൊരു IFK എന്ന് പറഞ്ഞാൽ ആ ഫിലിം ഫെസ്റ്റിവലിൽ പടം ഒരു ഓളമാണ് തിരിച്ചിരുന്നിട്ട് ആ ഒരു ഇത് കിട്ടും. അതുപോലെ തന്നെ ആ ഓളം കിട്ടുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ വർക്ക് ചെയ്യും. റോഷാക്ക്
റോഷാക്ക് ഇപ്പോൾ ഒരു നല്ലൊരു തിയേറ്ററിലല്ല കാണുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് കണക്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. ശരിയാ. പക്ഷെ ഞാനിത് കാണുന്നത് ജോർജേട്ടൻ വന്ന് വേഫെയർ എന്ന് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പ്രിവ്യൂ ആദ്യം ഇടുമല്ലോ സിനിമയ്ക്ക് മുമ്പ് ക്യൂബിൽ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ക്യൂബിലാണ് കണ്ടത്. അപ്പം ഈച്ച് ആൻഡ് മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ടൊക്കെ വളരെ ഇതായിട്ടാണ് കേൾക്കാൻ പറ്റുന്നത്. ഞാൻ ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് ജോർജേട്ടനെ വിളിച്ച് പറയുന്നത്, ജോർജേട്ടാ പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ, ഇത് മലയാളത്തിൽ നിന്നുള്ള ഇന്റർനാഷണൽ സിനിമ. അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡൊക്കെ മാർക്കറ്റിംഗ് ഐഡിയയും കാര്യങ്ങളൊക്കെ മമ്മൂക്കയ്ക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മമ്മൂക്ക ഇങ്ങനെ മതി അങ്ങനെ മതി എന്നുള്ള ആദ്യത്തെ ഗൈഡിങ് തരുന്നു. പിന്നെ അതിന്റെ കൂടെ നിൽക്കുമ്പോഴേക്കും അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഫുൾ മഴയാവുന്നു. ഞങ്ങളൊക്കെ പത്മ തിയേറ്ററിലൊക്കെ പ്രൊമോഷനൊക്കെ പോകുമ്പോൾ രാത്രി 1 മണിക്കുള്ള ഷോ 2:30 ആക്കുന്നു. എന്നിട്ടും ആൾക്കാർ മഴ നനഞ്ഞ് ഷോ കാണാൻ വേണ്ടി വരിക. ഈ സിനിമ ഹിറ്റാവുക എന്നുള്ളത് ഇപ്പം അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ള സംഭവമുണ്ട്. സുമതി വളരെയും അതിന്റെ തന്നെ അതുപോലെ തന്നെയായിരുന്നു. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം സിനിമ ഇറങ്ങുന്ന ദിവസം സിനിമ ഇറങ്ങി, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരു 10 പേര് നെഗറ്റീവ് പറഞ്ഞു. എൻ്റെ പേഴ്സണൽ ഇതിൽ പോലും ആൾക്കാർ വന്ന് നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തിരിച്ച്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ബോധേഡല്ല. ഞാൻ ഈ സിനിമ കണ്ടതാണല്ലോ. അപ്പോൾ ഒരു ഫാമിലിക്ക് ഈ സിനിമ കണ്ടാൽ അവർക്ക് മോശം വരില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പണിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കുക. ഞങ്ങളെല്ലാവരും ഇപ്പം അഭിലാഷ് ചേട്ടനായിരുന്നാലും അല്ല ആർട്ടിസ്റ്റുകളായിരുന്നാലും അർജുനായിരുന്നാലും എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന സമയത്തും ഞങ്ങൾ ആ വണ്ടി നിർത്തിയിട്ടില്ല. ആ വണ്ടി പറ്റുന്ന സമയത്ത് എനിക്കൊന്ന് 2 ആഴ്ച ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ഞാനെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ രാവിലെ കണ്ണൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലാണ് വെളുപ്പാങ്കര 7 മണിക്ക്. ശ്വാസം കിട്ടുന്നില്ല. കാരണം എല്ലാവർക്കും പല പല അസുഖങ്ങളാണ്. പക്ഷെ ഇവിടെ ഒന്നും ആരും വീഴുന്നില്ല. ഞങ്ങൾ എല്ലാവരും അതിന്റെ കൂടെ തന്നെ നിൽക്കുന്ന സംഭവം വെച്ചാൽ ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഒരു വിശ്വാസമുണ്ട്. അത് സുമതി വിളയൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ചിലതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ കൂടെ അങ്ങ് ഞാൻ നിന്ന് പോവാം. ഇപ്പം എന്റെ കൂടെ ഇറങ്ങാൻ വേണ്ടി ടീമുണ്ട്, അവർ സന്നദ്ധരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കും. ഇപ്പം മറ്റിതര പരിപാടികളില്ല, കാരണം എനിക്ക് എന്റെ ജോലി ഇതാണ്. അപ്പം അതിന്റെ കൂടെ മാക്സിമം ഒന്ന് സഹകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയാണ്. അപ്പം ഫൈനലി പറഞ്ഞു സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്ന പേരിൽ അവിടെ ഇല്ല, ഇന്ന പേരിൽ അവിടെ ഇല്ല. നമ്മൾ അത് ആഗ്രഹിച്ചിട്ട് വർക്ക് ചെയ്യരുത്. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞിറങ്ങിയപ്പം കമൽ സാറിൻ്റെ കൂടെ ആയിരുന്നാലും വിജയ് സാറിൻ്റെ കൂടെ ആയിരുന്നാലും സൂര്യ സാറിൻ്റെ കൂടെ ആയിരുന്നാലും എല്ലാവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അവിടെയൊക്കെ എനിക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന സംഭവം, നമ്മൾ നടത്തുന്ന ഒരു ഇവന്റിന് അതൊരു ക്രൗഡ് പുള്ളർ ആയിരിക്കണം. തിരുവനന്തപുരം ഇതുവരെ കാണാത്ത രീതിയിലാണ് സൂര്യ സാറിന്റെ പരിപാടി അവിടെ നടത്തിയത്. ഈ പരിപാടികൾ ഇപ്പം അവിടെ നടത്തുന്ന സംഭവത്തിൽ നമ്മൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മറ്റാരും നടത്താത്ത രീതിയിൽ അങ്ങനെ ഒരു ഷോ കൊണ്ടുവരിക. ജനങ്ങൾ അവിടെ തിങ്ങി നിൽക്കണം, അതാണ് മൈൻഡിൽ. ജനങ്ങൾ തിങ്ങിക്കണം എന്ന് മാത്രമല്ല, ഈ ജനങ്ങൾ തിങ്ങി നിൽക്കുന്നത് അങ്ങനെ ഒരു പരിപാടി നടത്തിയതും ബഹുലക്ഷം ജനങ്ങളിലേക്ക് അറിയണം എന്നുള്ള സംഭവമാണ് ഇത്. അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കും. ചില സ്ഥലത്ത് അത് വൻ വിജയമാകും, ചില സമയത്ത് അത് വിജയമാകത്തില്ല. പിന്നെ ഫൈനലി സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സൗഹൃദമാണ്. ഞാൻ പറയും, ഇതിനകത്ത് കടപ്പെട്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ചിലപ്പോൾ എന്നെ ദുൽഖറിന്റെ ഒരു കോൾ വന്ന് അതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തും, ചിലപ്പോൾ ഇതിനകത്ത് എത്തത്തില്ല. ചിലപ്പോൾ ഞാൻ ഈ PRO എന്നുള്ള കാർഡ് എടുക്കുന്നത് തന്നെ ഒരാൾ എൻ്റെ അടുത്ത് കാർഡ് ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു സിനിമാക്കാരനോട് പറഞ്ഞപ്പോഴാണ്, എന്നാൽ കാർഡ് എടുത്തിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് 3 സിനിമ ചെയ്ത് അങ്ങനെ കാർഡ് എടുത്തൊരു വ്യക്തിയാണ്. എനിക്ക് അന്ന് തോന്നിയില്ല, എനിക്ക് അവിടുന്ന് അത്രയും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത്രയും വരുമാനം കിട്ടുന്നു, ഇത് വേണ്ട അത് മതി എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാൻ ചിലപ്പോൾ PR റോളിൽ പോലും വരത്തില്ല. ചില സമയങ്ങളിൽ ദൈവം ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആ സംഭവങ്ങൾ കറങ്ങി വരും. പിന്നെ മമ്മൂക്ക തന്നെ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ സിനിമയാണ് ഏറ്റവും വലുത് എന്നുള്ള സംഭവം തന്നെയാണ്. ഈ പറയുന്ന 5 സിനിമ എന്ന് പറയുന്ന മമ്മൂക്കയോടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ എന്താ പറയുക, മമ്മൂട്ടിയും മോഹൻലാലും ഇവരൊക്കെ ഇതിൻ്റെ അകത്തിലുള്ളത് അവരെ ആരാധിക്കുന്ന പ്രേക്ഷകരിൽ ഒരാളാണ് ഞാൻ. അപ്പൊ അവരോടൊപ്പം നിന്ന് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു സിനിമ, അല്ലെങ്കിൽ ഇവരുടെ സിനിമ, ഇന്ന സിനിമ, അല്ലെങ്കിൽ ഹിറ്റാവുന്ന സിനിമയെല്ലാം എനിക്ക് വെച്ചിട്ട് ഞാൻ പല സിനിമകളുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും ലാസ്റ്റ് ഏത് സിനിമയാണ് നിങ്ങൾ മലയാളത്തിൽ ചെയ്തത്? അപ്പം ഞാൻ അപ്പുറത്തൂടി പോയതും സൈഡിൽ വർക്ക് ചെയ്തതൊന്നും ഞാൻ പറയാറില്ല. ഞാൻ പറയും ഇങ്ങനെയാണ് സംഭവം ഇതിൻ്റെ അകത്തിരുന്നിട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ വരുമ്പോഴാണെങ്കിൽ പോലും തിരിച്ചിൻ്റെ തിരുന്നിട്ട് സാറേ ഇത് ചെയ്തത് ഇതാണ്, ഹിറ്റ് ചെയ്തത് ഞാനാണ്, അവരെ പേര് പോലും പടത്തിൽ കാണൂല. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിനെ കവർ ചെയ്തത് മേടിക്കും. പക്ഷെ നമ്മൾ എന്നിട്ട് നോക്കുമ്പോൾ പറയുമ്പോൾ നമ്മളവിടെ പേര് അവിടെ വരണം, തിരിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറയുന്നുള്ള എന്റെ മനസ്സിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ജോലി ചെയ്തിരിക്കണം, മോർ ദാൻ പേര് അവിടെ ജോലി ചെയ്തിരിക്കണം. അപ്പൊ ജോലി ചെയ്യാത്തൊരു കാര്യത്തിൽ ഞാൻ ഇപ്പം പറയട്ടെ, ഞാൻ ഇപ്പം സുമതി വളവിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ അടുത്ത വേറെ ആരെങ്കിലും ചോദിക്കുമ്പോഴേക്കും സുമതി വളവാണ് ലാസ്റ്റ് ചെയ്ത പടം എന്നുള്ളത് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും? അവിടെ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് 10 പേര് പറഞ്ഞേക്കുന്ന സംഭവത്തിൽ ഇന്ന ആളാണ് സുമതി വളവ് ചെയ്തതെന്നുള്ള സംഭവം ആ പേര് എനിക്കുണ്ട്. അത് ജോലി ചെയ്യുമ്പോൾ സാധാരണ കിട്ടിക്കോളും. ഞാൻ എവിടെയെങ്കിലും ചെന്ന് ഓൺലൈൻ സംഭവത്തിൽ ആ പിള്ളേരെ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്കൊരു കഴിഞ്ഞ ദിവസം തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടത്തിന് ഭീഷ്മറിന് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം, ധ്യാൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് കുറെ നാളായി. പക്ഷെ ഞാൻ എന്നിട്ട് പിന്നീട് നോക്കിയപ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാർ എടുക്കുന്നു. കുറെ പേർക്ക് ഞാൻ ഫോട്ടോ എടുത്തു കൊടുത്തു ധ്യാൻ്റെ കൂടെ. പിന്നെ എടുക്കാം, ധ്യാൻ എന്തെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴേക്കും
വൈകുന്നേരം ആയപ്പോഴാ ഒരു റീൽ വരുന്നു. ഞാനും ധ്യാനം കൂടി അമ്പലത്തിന്റെ ഫ്രണ്ട് ചെയ്തിട്ട് ഇങ്ങനെ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞത്, അത് വളരെ ആകപ്പാടെ ഞാൻ ധ്യാൻ്റെ അടുത്ത് അല്ലാതെ പറയുന്നത് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള അത് റീലായിട്ട് വരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പം പാലക്കാടുള്ള ബിൽജിത്ത് പറഞ്ഞ പയ്യൻ അയച്ചു തന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ നീ എടുത്തു? അല്ല ഏട്ടാ, ചേട്ടൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ ചേട്ടൻ എന്തെങ്കിലും ഒരു അല്ലാത്തൊരു മൊമെന്റ് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അവൻ അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചെടുത്താണ് ആ വീഡിയോ അത് കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊരു ദൈവത്തിന്റെ ഭാഗ്യം. പിന്നെ ആ പിള്ളേരുടെ സംഭവത്തിന് നമുക്കെന്താ പറയാം, നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് കിട്ടിയ അങ്ങനെ ഒരു സാധനം കിട്ടുമ്പോഴേക്കും കുറച്ചും കൂടി നമ്മളൊരു ഫോട്ടോ ആണെങ്കിൽ ഒരു നിശ്ചല ദൃശ്യം അല്ലാതെ അതെന്നും കാണുമ്പോഴേക്കും എനിക്കത് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം അതിന്റെ ഇടയിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള 1 സെക്കൻഡോ 2 സെക്കൻഡോ ആണ് ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നതും ഞങ്ങൾ അല്ലാതെ ഒരു വാക്ക് പറയുന്നത് തിരിച്ച് അങ്ങോട്ട് വേണം. പക്ഷെ അതൊരു ഇതായിട്ട് വീഡിയോ ആയിട്ട് കിട്ടിയപ്പോൾ സന്തോഷം. ഫോട്ടോനെക്കാളും കൂടുതൽ ഫോട്ടോയെക്കാട്ടിയും കൂടുതൽ എന്നുള്ളതല്ല, നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിന് നമ്മളിപ്പോ ഒരു ഫോട്ടോ ആണ് ആഗ്രഹിച്ചെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വലുതായിട്ട് തരും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ PRO എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഈ പ്രൊഫഷന് ഞാൻ കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്റെ ഡെഡിക്കേഷൻ മാത്രമാണ്. അതിനകത്ത് സിനിമയോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ള എൻ്റെ ഡെഡിക്കേഷൻ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഞാൻ ഇന്നോടൊപ്പം വർക്ക് ചെയ്ത് എനിക്ക് വേണം, എനിക്ക് ഇത്രയും സിനിമയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള സംഭവമൊന്നും എനിക്കില്ല. എല്ലാം എന്നിലേക്ക് വരണമെന്നില്ല. ഇതിലുള്ളവരെല്ലാവരും ജീവിക്കണം, എന്നെക്കാട്ടി എല്ലാവരും നന്നായിട്ട് ചെയ്യണം. ഇപ്പൊ ബിൻഷെ പരിപാടിക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ PR റോളിനകത്ത് ബിൻഷെ എന്നെക്കാട്ടി നന്നായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ നന്നാവത്തുള്ളൂ. ആ മൈൻഡ് ഉള്ളിൽ വേണമെന്നുണ്ട്, ഒരു മത്സരബോധ്യം വേണം. കാരണം ആ മത്സരബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മത്സരിക്കാൻ പറ്റൂ. മത്സരിച്ചാൽ മാത്രമേ സിനിമയ്ക്ക് അത് ഗുണകരമായി മാറ്റൂ. ഞാൻ മാത്രം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, സിനിമകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു, ചിലപ്പം അല്ലാതെ പലതും ഡ്രോപ്പ് ആവുന്നു. മത്സര ബുദ്ധി ഇല്ലാതെ ഞാൻ ജയിച്ച സിനിമകളുടെ പേര് പറഞ്ഞ് ഞാൻ ഒരു സൈഡിൽ കൂടി പോകുന്നു, എന്നിൽ വളർച്ച ഉണ്ടാവത്തില്ല. ഇപ്പൊ ചെയ്യാത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, മനോരമയിൽ വർക്ക് ചെയ്തപ്പോൾ സെലിബ്രിറ്റി മാനേജ്മെന്റിന് ആള് വന്നില്ല, വരാത്ത സമയത്ത് എനിക്ക് ഇത്രയും വർഷം അവിടെ ജോലി ചെയ്ത് ആളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റി എന്ന് പറയുമ്പോഴേക്കും അതെന്നെ സംബന്ധിച്ച് ക്രെഡിറ്റ് ആണ്. അതേസമയം ഈസി ആയിട്ടുള്ള ടാസ്കിൽ അവിടെ എനിക്ക് രാവിലെ പോയി 9 മണിക്ക് ചെന്ന് കാപ്പി കുടിച്ച് അതിനുശേഷം അവിടെ ചെന്ന് കസേര ചെന്നിരുന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് തിരിച്ച് വൈകിട്ടും അതുപോലെ ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കസേരയിൽ ഒരു പണിയാണെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാന്നുള്ള സംഭവമല്ലേ. മറ്റത് റിസ്ക് ഉള്ള എലമെന്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും അത് മാത്രമേ വിജയിക്കത്തുള്ളൂ. ഇപ്പം റിസ്ക് എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ച് കൂടുതലാണ്. എത്രയോ റിസ്ക് ഉള്ള എലമെന്റ് എടുത്തിട്ട് ആ ഒരു ഇതുള്ള രീതിയിൽ പുതിയ പുതിയ കണ്ടന്റുകൾ തരുമ്പോഴേക്കും ചിലത് പരാജയപ്പെടുന്നു, ചിലത് വൻ വിജയമാകുന്നു. അപ്പം പക്ഷെ ആ റിസ്ക് എടുക്കാനുള്ള ഇത് ലൈഫിലും വേണം, അല്ലാതെയും വേണം. എനിക്ക് മനോരമയിൽ നിന്ന് ആ ഒരു പടി ഇറങ്ങിയിട്ട് വന്നപ്പോഴേ എന്റെ വീട്ടിൽ മനോരമയിൽ നിന്ന് പടി ഇറങ്ങിയോ എന്നുള്ളൊരു ചോദ്യം വരും. തിരിച്ചിട്ട് മാറും. അതിന് മുമ്പ് വേറെ മീഡിയ വണ്ടിയിൽ നിന്ന് മാറുമ്പോഴായിരുന്നാലും ഏഷ്യാനെറ്റിൽ നിന്ന് മാറുമ്പോഴാണെങ്കിലും ഇത് ആ സേഫ് സോണിൽ നിന്ന് നിൽക്കുമ്പോഴേക്കും കൃത്യമായി മാസ വരുമാനം കിട്ടുന്ന സംഭവമാണ് തിരിച്ച്. പക്ഷെ ഞാൻ ആ സേഫ് സോണൊക്കെ മാറിയിട്ടുണ്ട്. ആ സേഫ് സോൺ മാറി നമ്മൾ ജീവിതത്തിൽ ചലഞ്ച് എടുക്കുമ്പോൾ മാത്രമേ, റിസ്ക് എലമെന്റ് എടുക്കുമ്പോൾ മാത്രമേ കൂടുതൽ ഇത് കിട്ടൂ എന്നും പറഞ്ഞ് എന്നിട്ട് എല്ലാവരും ജീവിതത്തിനുള്ള ജോലി കളഞ്ഞിട്ട് റിസ്ക് എലമെന്റ് എന്നല്ല ഞാൻ പറയുന്നത്. ആ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളപ്പോഴേക്കും എന്റെ ജീവിതത്തിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ വേണ്ടി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം ഒരു വീട് വെച്ചിട്ട് അത് നോക്കാൻ വേണ്ടി പോലും പറ്റാതെ അതിന്റെ ബാക്കിൽ ഒരു ചെറിയ കുളം പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടർ എന്നെ ചതിച്ചിട്ട് പോയി. അവസാനം ഞാൻ ഇവനെതിരെ കേസ് കൊടുത്തു. പിന്നെ വക്കീലിന് കൊടുക്കാൻ എൻ്റെ പൈസ ഇല്ലാതായി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പുള്ളിക്ക് ഒരുപാട് കേസുകളുണ്ട്. അതിനിടയിൽ ഞാൻ ഈ കേസിലും കയറി ഇറങ്ങി 10-15 വർഷം ഇതിന്റെ കഥയും പറഞ്ഞിരുന്നിട്ട് ഞാൻ അങ്ങനെ നോക്കി കുറേ അല്ലാതെ. എന്നിട്ട് വീണ്ടും ഞാൻ വിചാരിച്ചു ഇനി ഇതിനെ നന്നാക്കാം എന്ന് പറഞ്ഞ് വീണ്ടും പൊളിക്കുന്നു, പില്ലർ അടിച്ച് കയറ്റുന്നു, എന്നിട്ട് നിൽക്കുന്നു, വീണ്ടും അതേ രീതിയിൽ പൊട്ടലുകൾ വീഴുന്നു. അങ്ങനെ ഒരു 3 വർഷം ഈ വീടിന് ഇരുന്നിരുന്നിരുന്ന് ഞാൻ പണിതു. അവസാനം ഞാൻ തീരുമാനിച്ചു പറയുമോ, നൻപകൽ നേരത്ത് മയക്കോ റോഷൊക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു, ഇനി സിനിമ ചെയ്തില്ലെങ്കിൽ ആദ്യം വീടിന്റെ PR ഞാൻ ചെയ്ത് പഠിക്കുന്നു പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ ഹൗസിന്റെ ഇതൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കിൽ. അവിടെ ചെന്ന് എന്റെ കാര്യവും ഈ ഫോട്ടോ ഒക്കെ ഇട്ടപ്പോഴേക്കും അതിലുള്ള കുറെ ആൾക്കാർ, കൃത്യമായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെ ആൾക്കാർ കൃത്യമായിട്ട് നിങ്ങൾ ഇത്ര ചെയ്യണം, ഇത്ര താഴെ ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പില്ലർ ഇറക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഞാൻ അന്ന് മുതൽ പണിക്ക് പോവാതെ, അന്ന് എനിക്ക് വേറൊരു പടം ആക്ച്വലി കമ്മിറ്റ് ആയി. ആ പടം കുഴപ്പമില്ലാത്ത തിയേറ്ററിൽ ഓടിയ പടമാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ മീറ്റിംഗിൽ ചെന്നിട്ട് രാത്രി 1 മണി വരെ ഇരുന്ന് മീറ്റിംഗിൽ ചെന്ന് അതിന്റെ ഡയറക്ടറിന്, ഒരു ഫീമെയിൽ ഡയറക്ടറാണ്, ഫീമെയിൽ ഡയറക്ടർ ഞാൻ കൃത്യമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എല്ലാ പ്ലാനൊക്കെ കൊടുത്തിട്ട് വന്ന് ഞാൻ ഇവിടെ കയറി വീട്ടിൽ കയറിയിട്ട് എൻ്റെ വീടിന്റെ പണി തുടങ്ങി. വീടിന്റെ പണിയാൻ വേണ്ടി ആൾക്കാർ വന്നു. അങ്ങനെ കുഴിച്ച് നോക്കിയപ്പോഴാണ് അവസാനം മനസ്സിലായത് ഇതിന്റെ ഏറ്റവും അവസാനം മറ്റേ തെങ്ങിന്റെ അടി വരെ കിടപ്പുണ്ട്. അപ്പൊ ഈ തടിയിലാണ് ഇവര് നേരത്തെ ചെയ്തു വെച്ചിരുന്നത്. അപ്പൊ അത് ഇരുന്നിരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. എന്റെ തിരുന്നിട്ട് അത് അത്രയും പൊളിച്ച് അവിടെ നിന്ന് വേറെ പില്ലറുകളൊക്കെ ചെയ്ത് ഇവര് പറയുന്ന രീതിയിൽ അങ്ങനെ അടിസ്ഥാനം നഷ്ടം എന്ന് പറഞ്ഞതിനെക്കാട്ടിയും അത് ഇരുന്ന് വീണ്ടും തന്നു പോകുന്നതിനെക്കാട്ടിയും അതിനെ ഒരിക്കൽ കണ്ടെത്തി റീവർക്ക് ചെയ്യുന്നതാണ് ഇത്. നമുക്ക് നഷ്ടങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാം. പക്ഷെ നമ്മളന്ന് അവിടെ നിന്ന് ജോലിക്ക് നിന്ന് ഇതൊക്കെ പഠിച്ച് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ പ്രശ്നം വരത്തില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ അത് തിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് അപ്പൊ എനിക്ക് മനസ്സിലായി, വീട് വെക്കുന്ന കാര്യത്തിൽ നമ്മൾ സസൂക്ഷ്മം അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നമ്മൾ തന്നെ നിന്ന് സാധനം എടുത്തു കൊടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിയാൽ മാത്രമേ അല്ലാതെ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു പോയാൽ
ഞാൻ ഏൽപ്പിച്ചു. എനിക്ക് നന്നായിട്ട് എന്നെക്കാട്ടിയും വാക്ചാതുര്യമുള്ള ആളാണ് അദ്ദേഹം. അടിച്ചങ്ങ് വീഴ്ത്തി. അത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, മനോരമയുടെ സ്ഥാപനത്തിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അന്ന് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബ്രദറാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം വളരെ സൗമ്യനും ഇതൊക്കെ ആയിരുന്നു. ഇദ്ദേഹം വളരെ വാക്ചാതുര്യമുള്ള ആളും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ ആ ചാതുര്യത്തിൽ പണി ഒരു ചതുരപ്പറമ്പും കൊണ്ട് നടക്കേണ്ടി വന്നു തിരിച്ച്. അപ്പൊ ഇപ്പൊ എല്ലാം ഹാപ്പി ആയില്ലേ? ഹാപ്പി തിരിച്ചങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. കഞ്ഞി പിടിച്ച് പോകുന്ന രീതിയിൽ ഞാനങ്ങ്, കാരണം വീട് ക്ലിയർ ആയിട്ട് വെച്ച ഒരു അടിസ്ഥാനം ക്ലിയർ ആയി തിരിച്ച്. അപ്പം പ്രതീക്ഷയായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചോദിക്കുവാണെങ്കിൽ, ഈ ഒരു വർഷം ഒരു 2 സിനിമകളൊക്കെ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കും. അപ്പം പൈസ ചിലപ്പോൾ ലേറ്റ് ആവും. അപ്പം ജീവിക്കാൻ ഭയങ്കര സ്റ്റേബിൾ ആണോ, ബുദ്ധിമുട്ടാറുണ്ടോ? ഒരു വർഷത്തിൽ 2 സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമ മാത്രമല്ല, നമുക്കിപ്പോൾ ഇതിനകത്ത് വരുന്ന പണികൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന സംഭവത്തിനകത്ത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു വരുമാനം കിട്ടാറുണ്ട് തിരിച്ച്. അല്ലാതെ ബാക്കി ഉള്ള സംഭവങ്ങൾ, ഇഷ്ടംപോലെ സംഭവങ്ങൾ വേറെ പണികൾ ചെയ്യുന്നുണ്ട്. അതായത് വേറെ പണികൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വേറെ PR ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സിനിമകൾ മാത്രമല്ല. അപ്പം ഇത് ആരുടെയൊക്കെ PR ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും റിവീൽ ചെയ്തിട്ടില്ല. അത് റിവീൽ ചെയ്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് കമ്മിറ്റഡ് ആണ്. അപ്പൊ ആ സാധനങ്ങൾ എനിക്ക് പുറത്ത് പറയാൻ വേണ്ടി പറ്റത്തില്ല. മാക്സിമം ലൈഫിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കും. പിന്നെ ചില ദിവസങ്ങളിൽ അല്ലാതെ എല്ലാത്തിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് ഇരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവലിംഗ് പോകും. കുറേ വർക്കുകൾ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോഴേക്കും തിരിച്ച് ക്ഷേത്രങ്ങളിലാണ് എപ്പോഴും. അല്ല, ക്ഷേത്രങ്ങളിൽ മാത്രം, ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ എന്നെ കാണാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളം വരികയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ സമയം ഉണ്ടാക്കി ഞാൻ അവിടെയുള്ള ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ സന്ദർശിക്കും. ഇപ്പം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ക്ഷേത്രങ്ങൾ ഞാൻ സന്ദർശിക്കും. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വെട്ടുകാട് പോകും. ഇപ്പം ഞാൻ ആലപ്പുഴ എത്തിയാൽ അർത്തുങ്കൽ പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെയുള്ള കണക്ഷൻ ഉണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച്. ഇപ്പം ഇവിടെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വൈകിട്ടിരിക്കുമ്പോഴേക്കും എനിക്ക് വല്ലാർപ്പടം പള്ളിയിൽ പോകണം തോന്നും. പിന്നെ എറണാകുളത്ത് ഞാൻ പോകുന്ന കുറെ അമ്പലങ്ങളുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ദർശനം നടത്താം. പോകുന്ന അമ്പലം ഏതാ എറണാകുളത്ത്? ഇല്ല, അങ്ങനെ എന്താ സംബന്ധിച്ചാൽ എറണാകുളത്ത് മാത്രമല്ല, ഇപ്പം അമ്പലങ്ങളുടെ പേര് പറയാൻ വേണ്ടി ഇപ്പൊ തിരുവനന്തപുരം എടുത്ത് കഴിഞ്ഞാലും തിരുവനന്തപുരം മറ്റേ പാളയം, പട്ടം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, പൊങ്ങോട്, ശ്രീകാര്യം, ചാവടി, എഞ്ചിനീയറിംഗ് കോളേജ്, മൺവിള, അരശിമൂട്, കുഴിവിള, ഇങ്ങനെ എനിക്ക് സ്ഥലവും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഏറ്റവും വിശ്വാസമുള്ള ഇല്ല, അങ്ങനെയല്ല. ഞാൻ എനിക്ക് എല്ലാം നമ്മളിപ്പോ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ തിരുന്നിട്ട് ആ ഒരു വിശ്വാസം എൻ്റെ കൂടെ എന്നും ഉണ്ട്. ഇപ്പം ഒരു പോസിറ്റീവ് എനർജി, ഇപ്പം ഒരു ആരാധനാലയത്തിൽ ചെന്ന് നമുക്ക് കിട്ടുന്ന കാര്യം അതാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകും. ഞാനിപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ആരാധനാലയത്തിൽ പറഞ്ഞു വിട്ടിട്ട് അവർക്കൊരു പോസിറ്റീവ് എനർജിയോ അങ്ങനെയൊന്നും എനിക്ക് ഇതായിട്ട് പിന്നെ ഒരു പോസിറ്റീവ് എനർജി എനിക്കൊരു താല്പര്യം, എനിക്കൊരു ഇഷ്ടം. അപ്പൊ എന്റെ ഇഷ്ടങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് അടിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എന്റേതായിട്ട് എനിക്ക് ചില സമയങ്ങളിൽ എന്തോ ആണെന്നുള്ളൊരു തോന്നൽ, കാരണം എനിക്ക് അവിടെ ചിലപ്പോൾ എനിക്കൊരു ഇത് തോന്നി എന്നുള്ള ഒരു അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു പള്ളിയിൽ ചെന്ന് നിന്നാണെങ്കിലും ഹാപ്പിയാണ് ഞാൻ. ശരി, ഓണ സന്ദേശമായിട്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാനുള്ളത്, നിങ്ങൾ സിനിമ കാണുക, നിങ്ങൾ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, സിനിമയോടൊപ്പം നിൽക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് ഇന്റർവ്യൂ പലരും ചോദിച്ചിട്ടും ഇപ്പം ഈ ഓണത്തിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്ന ആളാണ്. അവസരം ആർട്ടിസ്റ്റിന്റെ ഇന്റർവ്യൂ അവർ കൊടുക്കാൻ താമസിച്ചുകൊണ്ട് ചേട്ടൻ എന്ന ഇന്റർവ്യൂ പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുന്ന എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഈ ഓണത്തിന് ഉണ്ടാവാതിരിക്കട്ടെ. ഹാപ്പി ഓണം ടു ഓൾ.